മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ 3-ാം ദിവസത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ അണ്ടർ ദ ട്രീയിലെ ചർച്ച നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതരായ നമ്മൾ ആരൊക്കെയോ ആണ് എന്ന് നമ്മളെ കൊണ്ട് പല കഥാപാത്രങ്ങളുമായി വന്നപ്പോൾ തോന്നിപ്പിച്ച 2 പേരാണ് പാർവതി ചേച്ചിയും മഞ്ജു പത്രോസും. നമുക്കറിയാം, നമ്മൾ സീരിയലിലും സിനിമയിലും ഈ സിറ്റ്കോമിലൊക്കെ സിറ്റുവേഷൻ കോമഡിയിലൊക്കെ ചില കഥാപാത്രങ്ങളെ കാണുന്ന സമയത്ത് അവ ഒന്നുകിൽ നമുക്ക് പരിചയമുള്ള ആരോ, നമ്മുടെ അയൽപക്കത്തുള്ള ആരോ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ച് അത് നമ്മളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അങ്ങനെ വലിയ തോതിൽ കയ്യടി വാങ്ങിയ 2 താരങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും കുറേ സംശയങ്ങളുണ്ടാകും. ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരു കഥാപാത്രത്തെ ഒരു സിനിമയിലോ സീരിയലിലോ സിറ്റുവേഷൻ കോമഡിയിലോ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ ഒരു അഭിനേതാവ് എന്ന രീതിയിൽ അതെങ്ങനെയാണ്? എളുപ്പമാണോ അതോ കുറച്ചുകൂടി പ്രയാസമുള്ളതാണോ? ഈ പ്രേക്ഷകന് ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി പ്രയാസമുള്ളതാണോ? അപ്പം അതുപോലെ തന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഈ പരമ്പരകളിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആളുകളുടെ ഒരു പ്രതികരണം? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംശയങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സീനിയോറിറ്റി വെച്ച് പാർവതി ചേച്ചിയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ, പാർവതി ചേച്ചി പറയുന്നു മഞ്ജു ചേച്ചിയിൽ നിന്ന് തുടങ്ങാന്ന്. മഞ്ജു ചേച്ചി, ഇപ്പോൾ തങ്കം, ശ്യാമള, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. തങ്കത്തെ ശ്യാമളയൊക്കെ മഞ്ജു ചേച്ചി കണ്ടിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം. ആദ്യം എല്ലാവർക്കും നമസ്കാരം. തങ്കം എൻ്റെ ലൈഫായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് തങ്കത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം തങ്കത്തിൽ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിമാരുണ്ട്. ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ കിഴക്കമ്പലം എന്ന് പറഞ്ഞത് ഒരു കുഞ്ഞു ഗ്രാമം ആയിരുന്നു കേട്ടോ. ഇപ്പോൾ 2020 എന്നൊക്കെ പറയുന്നതൊക്കെ വന്ന് വലിയ സംരംഭങ്ങളൊക്കെ ആയി. പക്ഷേ ഞാൻ കണ്ട് വളർന്നത് സാധാരണപ്പെട്ട ആളുകൾ. ഇപ്പം നമ്മൾ രാവിലെ മുറ്റമടിക്കുമായിരിക്കും. എന്നെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മുറ്റടിക്കണം, പാത്രം കഴുകണം, അങ്ങനെ കുറേ ജോലികളുണ്ട് എനിക്ക്. അതുകൊണ്ട് ഒരു സീരിയലിൽ അങ്ങനെ ഒരു സംഗതി ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇഷ്ടം പോലെ പണിയെടുത്തിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടന്ന് പുല്ല് വെട്ടാൻ പോണ ചേച്ചിമാരുണ്ടാവും. അവർ കാണുന്നുണ്ട് മുറ്റടിക്കുകയാണെന്നുള്ളത്. എന്നാലും ചോദിക്കും മുറ്റടിക്കുവാണോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ഒരു സ്നേഹം, ഒരു സൗഹൃദം ഒക്കെയാണ്. പിന്നെ ഈ തങ്കം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ശരാശരി വീട്ടമ്മയാണ്. ഇപ്പം അത് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പം അങ്ങനെ അത്രയും പഴയ ചിന്താഗതിയുള്ള സ്ത്രീകളുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവർ മകളോടുള്ള കാഴ്ചപ്പാട് ഒക്കെ എനിക്ക് എൻ്റെ അമ്മ തന്നതാണ് ഞാൻ എൻ്റെ ഓപ്പോസിറ്റുള്ള കുഞ്ഞിന് കൊടുക്കുന്നത്. തിന്ന പാത്രം അവിടെ വെച്ചിട്ട് പോയാൽ അമ്മച്ചി ഉച്ചയാകുമ്പോൾ അതിനകത്ത് തന്നെ ചോറെടുത്തുകൊണ്ട് വരും. എന്നാൽ നിൻ്റെ പാത്രമല്ലേ, നീ എന്തുകൊണ്ട് കഴുകിയില്ല എന്ന് ചോദിക്കും. അങ്ങനെ വീട്ടുപണി കൃത്യമായിട്ട് എടുക്കണം, പെൺപിള്ളേർ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾക്കും ജനലുകൾക്കും മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിനുള്ളിൽ നടക്കുന്ന അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം, അച്ഛനും മകളും തമ്മിലുള്ള സംഭാഷണം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണമൊക്കെ ഏതാണ്ട് ഒന്നാണ്. കാരണം നമ്മളെ കാണുമ്പോഴൊക്കെ പറയുന്നത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ക്യാമറ വെച്ചിട്ടുണ്ടോ, ഇതെങ്ങനെയാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ പോലെ തന്നെ തങ്കം പറയുന്നതെന്ന് ചോദിക്കും. ആക്ച്വലി എല്ലാ അമ്മമാരും മക്കളോട് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് തങ്കം. അതുപോലെ തന്നെ ശ്യാമളയ്ക്ക് പിന്നെ ഒരു ദിവസം പിച്ചക്കാരിയാണെങ്കിൽ ഒരു ദിവസം പണക്കാരിയായിരിക്കും, ചിലപ്പോൾ ന്യൂസ് റിപ്പോർട്ടറായിരിക്കും. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പേരാണ് ശ്യാമള എന്ന് പറയുന്നത്. പക്ഷെ തങ്കത്തിന് ടിപ്പിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജേഷ് തലച്ചിറ, ഞങ്ങളുടെ ഡയറക്ടറുടെ പേരാണ്. സാറ് വരച്ച് ഗുണിച്ച് ഇതിങ്ങനെ വേണം എന്ന നിർബന്ധ ബുദ്ധിയിൽ ചെയ്തെടുത്ത കഥാപാത്രമാണ് തങ്കം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റ്കോം ചെയ്യുമ്പോൾ ഒരു അഭിനേതാവിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ടോ? ഈ പറഞ്ഞതുപോലെ ഈ കഥാപാത്രങ്ങളൊക്കെ നല്ല പരിചയമുണ്ട്, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണോ? എളുപ്പം എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്, പോയി അഭിനയിക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് മാറ്റാനുള്ളൊരു വഴിയല്ല ഇത് വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു അഭിനേതാവിന് കുറച്ച് ബുദ്ധി കൂടി വേണം എന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിറ്റ്കോംസ് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന മേഖലയിൽ കുറച്ചും കൂടി ബുദ്ധിയോടുകൂടി നിൽക്കണം. എന്ത് നമ്മൾ പറയാൻ പാടില്ല, എന്തിവിടെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ
കൃത്യമായിട്ട് ചിന്തിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്നൊരു പ്രക്രിയയല്ലല്ലോ. ഇത് ഇപ്പോൾ അളിയൻസ് തുടങ്ങിയിട്ട് 6-7 വർഷമായി. അപ്പോൾ തങ്കത്തിന് മാറ്റം വരാൻ പാടില്ല. തങ്കം ഇങ്ങനെ തന്നെയാണ്. തങ്കം എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ധാരണ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് മാറ്റാനുള്ള ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം ഓഫ് കോഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഞങ്ങൾ അളിയൻസിൻ്റെ ലൊക്കേഷൻ ഭയങ്കര രസമാണ്. ഞങ്ങൾ ഐശ്വര്യ റായിൽ തുടങ്ങി ഇങ്ങേറ്റം ഫിലോമിന ചേച്ചിയിൽ വന്ന് നിൽക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്. അതേപോലെ ചർച്ചകൾ നടക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 1.5-3 മണിക്കൂർ ലോകത്തിലുള്ള വിവിധ കാര്യങ്ങൾ അനീഷേട്ടൻ, ഞാൻ, സൗമ്യ, രാജേഷ്, നമ്മുടെ ഡയറക്ടർ എല്ലാവരും കൂടി ഇങ്ങനെ ഘോരം പ്രസംഗിക്കും. എന്ത് കാര്യത്തിലാണെന്നാവോ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവസാനം സ്ക്രിപ്റ്റ് എടുക്കും. അപ്പോൾ അന്ന് സ്ക്രിപ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പോരായ്മകൾ, അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്, പുട്ടും പഴവും. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമാണ്. അപ്പോൾ രാജേഷ് പറഞ്ഞു, നമുക്കൊന്നൊരു കഥ അങ്ങ് ഉണ്ടാക്കാം, പുട്ടും പഴം ഇരിക്കില്ല, അത് വെച്ചൊരു കഥ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അന്നത്തെ കഥ ഷൂട്ട് ചെയ്തത് പുട്ടും പഴം എന്ന് പറയുന്ന സബ്ജക്റ്റിലായിരുന്നു. ക്ലീറ്റോ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ക്ലീറ്റോ എന്ന് പറഞ്ഞ ആൾക്ക് രാവിലെ തങ്കം പുട്ടുണ്ടാക്കി കൊടുത്തു. അപ്പോൾ കടലക്കറി കൊടുത്തപ്പോൾ പറഞ്ഞു, കടലക്കറി വേണ്ട, എനിക്ക് പഴം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങൊരു വഴക്കിട്ട് പഴം മേടിക്കാൻ വേണ്ടി കടയിൽ പോയിട്ട് പഴം മേടിച്ചിട്ട് വന്നാൽ പോരെ, പഴം പഴുത്തതാണോ നാടനാണോ എന്നറിയാൻ അവിടെ വെച്ച് പഴം തിന്ന് തൊണ്ടയിൽ കുടുങ്ങി ആശുപത്രിയിൽ പോയി. അങ്ങനെയൊക്കെയുള്ള ഒരു കഥ. അപ്പോൾ അങ്ങനെ നമ്മൾ അതാണ്, നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണ് സിറ്റ്കോം. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു സെൻസ് ഉണ്ടാവണം എന്ന് തോന്നുന്നു. ഇപ്പോൾ പാർവതി ചേച്ചി ഇപ്പോൾ ഒരുപാട് സിനിമകളിലൊക്കെ കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് മാസ്റ്റർ പീസിലെ ആനിയമ്മയാണ്. ആനിയമ്മയും ഈ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്നേ ഏതെങ്കിലും സ്ത്രീയുടെ ഒരു ബ്രാഡ വള്ളി പുറത്തുനിന്ന് കണ്ടാൽ ഓടി എത്തിയിട്ട് അത് പറയുന്ന ആനിയമ്മ. അപ്പോൾ എങ്ങനെയാണ് ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ പാർവതി ചേച്ചി കഴിഞ്ഞത്? ഇപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ നമ്മൾ കണ്ടതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു അത്? ഒന്നാന്തര സ്ക്രിപ്റ്റായിരുന്നു പ്രവീണിൻ്റെ. പ്രധാനമായിട്ടും അതാണ്. സ്ക്രിപ്റ്റ് റൈറ്ററിനും സംവിധായകനും കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് വേണ്ടതെന്നുള്ള 95% സ്ക്രിപ്റ്റഡ് ആണ്. ഒരു 5% വല്ല ഇംപ്രവൈസേഷൻ ഉണ്ടായാലേ ഉള്ളൂ. അത്രയും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പക്ക സ്ക്രിപ്റ്റുള്ള ഒരു ഇതായിരുന്നു. ഞങ്ങളുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ ശ്രീത്ത് മൊത്തം ഇരുന്ന് വായിക്കുകയും എല്ലാം ചെയ്തിട്ട് ഓരോ ക്യാരക്ടേഴ്സും ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാമായിരുന്നു. എന്നെ സംബന്ധിച്ച് സ്ക്രിപ്റ്റ് പച്ചവെള്ളം പോലെ കാണാപ്പാടമായിരുന്നു. ഏത് സീനിൽ പറഞ്ഞാലും സീൻ നമ്പർ പറഞ്ഞാൽ പറയാവുന്ന തരത്തിൽ സ്ക്രിപ്റ്റ് എനിക്ക് കാണാം. അതായിരുന്നു ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഈ ആനിമമാരെ കണ്ടോ എന്ന് ചോദിച്ചാൽ ആനിമമാർ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കി, ആനിമമാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലാവും ഒരു ആനിമയാന്ന്. അവർക്ക് മനസ്സിലാവത്തില്ല. ഞാൻ ഒരുപാട് മരുമക്കളെ കണ്ടിട്ടുണ്ട്. അയ്യോ എൻ്റെ അമ്മ പാറു ചേച്ചി എങ്ങനെ ചേച്ചി ഇത്. അപ്പോൾ ഞാൻ പിന്നെ തലശ്ശേരി ഷൂട്ടിങ്ങായിരുന്നപ്പോൾ ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ അയ്യോ എനിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അമ്മായിയമ്മയെ കുറിച്ചാണ് നിങ്ങൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മായിയമ്മ ആനിയമ്മ അറിയത്തില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അയ്യോ അവരുടെ പാട്ട് ഇസ്രായേൽ നാഥരാ, നീ അറിയത്തില്ലേ? ഞാൻ പറഞ്ഞില്ല അറിയത്തില്ല. അവർ ഒരു വിധത്തിൽ വിശ്വസിക്കത്തില്ല. എന്താ വെച്ചാൽ അവർ പറയുന്നത് മാൻഡ്രസംസ്, ജെസ്റ്റേഴ്സ് പറയുന്നത് വർത്തമാനം മുഴുവൻ അവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവസരം റൈറ്ററിനെ വിളിച്ചു കൊടുത്തു അവരല്ലെന്ന് പറയാനായിട്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവരുടെ കൂടെ അല്ല താമസിക്കുന്നത്, പക്ഷേ ഇങ്ങനെ വരും. അതുപോലെ വേറൊരു സ്ത്രീ വിളിച്ചു. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ പാർവതി, പിന്നെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ തന്നെയാണ് കേട്ടോ ആനിയമ്മ, ഞങ്ങൾ ഭൂമി കുലുക്കം എന്നായിരുന്നു വിളിക്കുന്നത്. ഇവർ വരുന്ന ഉടനെ ഒരു ഭൂമി കുലുക്കമാണ് ഇവർ വരുന്നത്. അപ്പോൾ അവരുടെ പിന്നെ ഈ സിസ്റ്ററിൻ്റെ, അതായത് അച്ഛൻ്റെ സിസ്റ്റർ, അപ്പോൾ ഇവരൊരു അങ്കിള് മരിച്ചു കിടക്കും. ഇവരുടെ എല്ലാം അപ്പം മരിച്ചു കിടക്കുന്ന സമയത്ത്, ഈ ഭൂമി കുലുക്കത്തിൻ്റെ അമ്മ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ബ്രദേഴ്സ് എല്ലാം കൊണ്ടിരുന്ന് പറഞ്ഞു ഇന്ന് ലാൻഡ് ടാക്സ് ഒക്കെ കൊടുക്കുന്നതിനെക്കുറിച്ച്, എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്നാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ എസ്റ്റേറ്റ് ഡ്യൂട്ടി കൊടുക്കുന്നതിനെക്കുറിച്ചും കൊടുത്തു തീർക്കാനുള്ള കടകനെക്കുറിച്ചും ഒക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇത് എവിടുന്നോ കേട്ടു. പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് എന്ന് പറഞ്ഞൊരു കരച്ചിലങ്ങോട്ട്, എൻ്റെ അപ്പച്ചൻ എനിക്ക് തന്നതായിരുന്നു ആ എസ്റ്റേറ്റ്. അയ്യോ എവിടെ പോയി എനിക്കായിരുന്നു. അപ്പച്ചൻ്റെ ആഗ്രഹമായിരുന്നു എസ്റ്റേറ്റ് എനിക്കായിരുന്നു. എല്ലാവരും അന്തപ്പെട്ട എസ്റ്റേറ്റ് ഇല്ല, എസ്റ്റേറ്റ് ഡ്യൂട്ടി ലാൻഡ് ടാക്സിൻ്റെ പേരാണ്. എവിടെ നിന്നും കേട്ടിട്ട് ഇത് എനിക്കുള്ള എസ്റ്റേറ്റ് ആണെന്ന് തീരുമാനിച്ചിട്ട് ഭയങ്കര അലമുറയിട്ട് കരഞ്ഞ് ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത്. അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങൾ ഭൂമി കുലുക്കം എന്ന് വിളിക്കുന്നത് അവരെ പോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ അവരവരുടെ
വേറെ ഒരു പ്രശസ്തയായ സിനിമാ താരം 4 തവണ ഫസ്റ്റ് ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് കണ്ടിട്ട് എന്നെ വിളിച്ചു, ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് എല്ലാവരും വരാനായിട്ട്, അമ്മായിയമ്മയും ഭർത്താവും അച്ഛനും, അപ്പോൾ എല്ലാവരെയും കാണിക്കാനായിട്ട്. ഇപ്പോൾ എളുപ്പമുണ്ടെന്ന്, ഇത് മാസ്റ്റർ പീസ് കാണിച്ചു കൊടുത്താൽ നമ്മൾ എന്താ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ ഇപ്പോൾ പാർവതി ചേച്ചി പറഞ്ഞതുപോലെ ആനിയമ്മയ്ക്ക് അറിയില്ല ആര്യമ്മയാണ് എന്ന്, അല്ലാത്ത ആളുകൾക്കാണ് അത് മനസ്സിലാവുക. ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ ആനിയമ്മയെ പോലെയുള്ള കഥാപാത്രങ്ങൾ വരികയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ അനുഭവങ്ങൾ പങ്കുവെക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പേര് എന്നുവെച്ചാൽ പലപ്പോഴും നമ്മൾ ഡിവോഴ്സ് കേസും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളും ഫാമിലി ഇഷ്യൂസൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും വില്ലനായിട്ട് വരുന്നത് ഭർത്താവും ഭാര്യ ആയിരിക്കത്തില്ല. ചേട്ടൻ പാവം, അമ്മ തന്നെ കുഴപ്പം എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങുക. അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ്, പക്ഷേ വീട്ടുകാർ ഇടപെടുമ്പോഴാ അല്ലെ അവളുടെ അമ്മയാ പ്രശ്നം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കോമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, റിയൽ ലൈഫ് സിറ്റുവേഷൻ, ജീവിതത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നത്, ഇപ്പോൾ സംശയരോഗിയായ ഒരു ഭർത്താവിനെ കുറിച്ച് പറയുമ്പം അത്ര കോമഡി അല്ല. പക്ഷെ നമ്മൾ വടക്കു നോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശനെ കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു സെറ്റയറും ജീവിതവും നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ഗതികേട് നമുക്ക് മനസ്സിലാവുന്നത്. അത് സീരിയസ് ആയിട്ട് കാണിച്ചാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. ഈ ട്രാജഡിയിലൂടെ കാണിക്കുമ്പോൾ ട്രാജഡി ഭയങ്കര ലീനിയറാണ്. ട്രാജഡിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അത് വളരെ സദാചാരപരമാണ് ട്രാജഡി പലപ്പോഴും. പക്ഷേ സെറ്റയറിലൂടെ പറയുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് കോമഡിയുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളുടെ തന്നെ പ്രശ്നങ്ങളെ, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ നോക്കുമ്പോഴും, പിന്നെ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ കഥാപാത്രമായാലും, അല്ലെങ്കിൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രമാണെങ്കിലും, അല്ല മുകുന്ദേട്ടൻ സുമിത്ര വിളിക്കുന്നു, എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, എന്തൊരു ട്രാജഡിയാണ് അല്ലേ. എന്നുവെച്ചാൽ ഒട്ടും സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഒരാളുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ എൻ്റെ കഥാപാത്രത്തിലെ ആനിയമ്മ വിളിച്ച് പറയുന്നത്, മോളെ അവനെ നമുക്ക് പിന്നെ ഒരു അച്ഛൻ വന്നിട്ടുണ്ട്, നമുക്ക് അച്ഛനെ കുരിശ് വരച്ച് അടിവെച്ച് അയറ്റി തൊട്ടാൽ പിന്നെ കുഞ്ഞ് ഉറപ്പാണ്, അവളത് സമ്മതിക്കുകയില്ലായിരിക്കും. സമ്മതിച്ചില്ലേ പിന്നെ നമുക്ക് ഇവിടേക്ക് ഒഴിവാക്കാം എന്നാണ് പറയുന്നത്, നമുക്ക് വേറെ ആലോചിക്കാം, നമുക്ക് വേറെ പെണ്ണുണ്ടെ ആലോചിക്കാം, എല്ലാത്തിനും സമ്മതിക്കുന്ന ഒരാളെ കിട്ടും എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഈ റിലിജനും പേട്രിയാർക്കിയും തമ്മിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നത് എന്നുള്ളതാണ് ആ സിനിമയിൽ വളരെ കൃത്യമായി എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആനിമ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പേട്രിയാർക്കിയുടെ ഒരു ഭയങ്കര കൃത്യമായ ഒരു പ്രോട്ടോടൈപ്പാണ്. ടോർച്ചും പിടിച്ച് മുമ്പിൽ ഓടുവാണ്. അതിനെ ഇപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അനിയൻ കഥാപാത്രമായിട്ടുള്ള, അല്ലെങ്കിൽ ജൂഡ് അവതരിപ്പിച്ച അച്ഛനാണ്. അപ്പോൾ ഈ അച്ഛനും പിന്നെ ഇവർ തമ്മിലുള്ള അത് ഓരോ വീടുകളിൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു പേട്രിയാർക്കി റിലിജനും കൂടെ ചേർന്ന ഒരാളാണ് അശോകൻ ചേട്ടൻ്റെ ക്യാരക്ടർ. അതിൻ്റെ രണ്ടുപേരും അനുഭവിക്കുന്ന രണ്ടുപേരാണ് ലിസമ്മയും അല്ലെ ചാണ്ടിച്ചനും. അങ്ങനെ ഭയങ്കര ആലോചനയോടെ ഓരോ കഥാപാത്രവും കൃത്യമായിട്ട് ലിസമ്മ തോറ്റെടുത്താണ് നിത്യമേനൻ്റെ ക്യാരക്ടർ ശ്രമിക്കുന്നത് മുന്നോട്ട് പോകാനായിട്ട്. അപ്പം നമ്മൾ ചോദിക്കുന്നുണ്ട്, ഒരു പ്രായത്തിൽ ഒരു ഡാൻസ് പഠിക്കാൻ പോകണം എന്ന് പറയുമ്പോൾ, കഥക്ക് പഠിക്കുമ്പോൾ ഇവളെന്നെ പഞ്ചായത്ത് വിളയ്ക്ക് പോകുന്നു, ഇങ്ങനെ ഡാൻസ് പഠിക്കുന്ന ഈ പ്രായത്തിൽ. അപ്പം നമ്മളുടെ ഓരോ കുഞ്ഞു കുഞ്ഞു ആഗ്രഹത്തിന് 100 അഭിപ്രായം, 100 പേരെ കൊണ്ട് സമ്മതിപ്പിച്ച് എല്ലാവരെ കൊണ്ടും എത്ര പേരുടെ അനുവാദം എടുത്തിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ചെറിയ കാര്യം ചെയ്യേണ്ടത്. ഏത് പ്രായത്തിലായെന്തോ എനിക്കത് ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പ്രായത്തിൽ ഇത് ചെയ്യാൻ പോകുന്നത്, ഏത് കോമ്പറ്റീഷന് പോകുമ്പോൾ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്നുള്ളൊരു മാനസികാവസ്ഥ. എത്ര പേരുടെ അനുവാദം നമുക്കൊരു ജീവിതത്തിൽ എടുക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും നമുക്ക് ആ സ്വാതന്ത്ര്യം തരികയും ചെയ്യും ഇങ്ങനത്തെ സിറ്റ്കോംസ് എന്നാണ് എനിക്ക് തോന്നിയിട്ട്. നമുക്ക് ഒരുപാട് നമ്മളുടെ തന്നെ വിലക്കുകളെ നമുക്കിങ്ങനെ നിസ്സാരമായിട്ട് അഴിച്ചു കളയാനായിട്ട്, അയ്യേ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ വേറൊരു കാഴ്ചപ്പാട് തരാൻ മാസ്റ്റർ പീസിന് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ പളിയൻസൊക്കെ ചെയ്യുമ്പം നമുക്ക് ഭയങ്കര അത് നിസ്സാര കാര്യങ്ങൾക്കാണേ പലപ്പോഴും. അപ്പോൾ അത് ഒരുപാട് നേരമായിരുന്നു. ഇല്ല, അതുപോലെ മഞ്ജു ചേച്ചി, ഇപ്പോൾ ഗ്രാമാന്തരീക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് ഈ മഴവിൽ കാവടിയിലെ ഇന്നസെന്റ് ചെയ്ത കഥാപാത്രമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഇപ്പോൾ ഗ്രാമത്തിൽ നമുക്ക് കുറച്ചുകൂടി ആളുകളെ കാണാൻ പറ്റും, അവരെന്താണ് സ്വഭാവം എന്നുള്ളത് കുറച്ചുകൂടി പ്രകടമായിരിക്കും. അപ്പോൾ നഗരത്തിൽ
അങ്ങനെയല്ല, കുറച്ചുകൂടി അല്ലേ എല്ലാവരും ഏറെക്കുറെ പ്രത്യക്ഷത്തിൽ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഗ്രാമത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റ്കോം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണോ? ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഇന്ന ആളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മാനറിസങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ഇപ്പോൾ സംവിധായകൻ്റെ നിർദ്ദേശമുണ്ടെങ്കിലും അതിലപ്പുറത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇംപ്രവൈസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇടാൻ പറ്റാറുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാനൊരു സാധാരണ വീട്ടമ്മയുടെ കഥാപാത്രം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മ മീൻ വെട്ടും, മൺചട്ടിയിൽ വെച്ചിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. മീൻ വെട്ടുമ്പോൾ അമ്മച്ചി കത്തിക്ക് ഈ മീൻ വരയുന്ന സമയത്ത് കത്തിക്ക് അത്ര മൂർച്ചയില്ലെങ്കിൽ ആ ചട്ടിയിൽ തന്നെ ഇട്ട് ഇങ്ങനെ കാണിക്കും. അതൊക്കെ എനിക്ക് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അത് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക്. അതുപോലെ നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചിയുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ ആനിയമ്മയെ പോലെ അവർക്ക് അപ്പടി സംശയവും അതങ്ങനെ ചെയ്ത് അങ്ങനെ എന്ത് നമ്മൾ ചെയ്യാൻ പോകുന്നോ അത് മുടക്കുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. അത് ചെയ്താൽ ശരിയാവില്ല, നിങ്ങൾ എന്തിനിപ്പോൾ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഈ പ്രായത്തിൽ ഇപ്പം പിന്നെ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഞാൻ അധികവും കണ്ടിട്ടുള്ളത് ഇതേപോലെ ഗ്രാമപ്രദേശങ്ങളിൽ തന്നെയാണ്. ബാക്കി ഇപ്പോൾ ടൗണിലോട്ടൊക്കെ ചെന്നാൽ ഉള്ളിൽ അതുണ്ടെങ്കിലും കുറച്ച് പോളിഷ് ചെയ്തിട്ട് എല്ലാവരും ബിഹേവ് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ സംബന്ധിച്ച് എന്താണോ അവരുടെ ഉള്ളിലുള്ളത് അത് അപ്പാടെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് അവരുടെ ചെറിയ ചെറിയ മാനറിസംസ്, അവരുടെ സംസാര രീതിയൊക്കെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. ഈ പറഞ്ഞ പോലെ ഞാനങ്ങനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മണികണ്ഠൻ പട്ടാമ്പി മണിയേട്ടൻ്റെ ഭാഗത്താണ്. മണിയേട്ടൻ ഒരു മറിമായത്തിലൊരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് കുറച്ച് വിഗ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വിഗുകൾ പുള്ളിയുടെ ആരെയോ പുള്ളി മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അതാവുന്നത് വരെ ഈ വിഗ് വെച്ചിട്ട് പല തരത്തിലൊക്കെ നടന്നൊക്കെ നോക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഇത് പറയാവോ എന്നറിയില്ല, ഒരു ചേട്ടൻ രാവിലെ മണിയേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ വന്നിട്ട് പുള്ളി ഇങ്ങനെ പിടിച്ചേക്കുന്നത്, മുഖം കാണിക്കുന്നില്ല, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്നെ നിനക്ക് സഹായിക്കാൻ പറ്റും, നീ എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്തു തരണം, അല്ലെങ്കിൽ ആകെ പ്രശ്നം, ഇങ്ങനെ തന്നെ പിടിച്ചേക്കാണ്. അപ്പോൾ എന്താ മാമ, ഉണ്ണിമാമ, ഞാനൊരു പേര് പറയണം, എന്താ ഉണ്ണിമാമ എന്താ വെച്ചാൽ പറഞ്ഞോ എന്ന് പറയുമ്പോൾ, അതെ രാവിലെ ഒരു ചെറിയ അബദ്ധം പറ്റി, മറ്റന്നാൾ മോളുടെ കല്യാണമാണ്, ഞാനപ്പോൾ അത് പ്രമാണിച്ച് താടി മുടിയൊന്ന് ഷേവ് ചെയ്യാൻ വേണ്ടി പോയി, അവിടെ നിന്ന് വെച്ചാൽ ഹിന്ദിക്കാരൻ ചെറുക്കനെ ഞാൻ ഉറങ്ങിപ്പോയി, ഇവൻ എൻ്റെ മീശ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞ് ഇത് കാണിച്ച് മീശയില്ല. അപ്പം മോളുടെ കല്യാണത്തിന് പോയി നിൽക്കുമ്പോൾ മീശ വേണ്ടേ, അപ്പോൾ പുള്ളിക്കൊരു പ്രത്യേക തരം രീതിയാണ്. അപ്പോൾ മണിയേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു വെപ്പ് മീശ വെച്ച് കൊടുക്കണം. മണിയേട്ടന് ഇഷ്ടം പോലെ മറിമായത്തിൽ മീശയും മുടിയും വെക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിൻ്റെ കയ്യിൽ സാധനം ഉണ്ട്, എനിക്കൊരെണ്ണം വെച്ച് തരണം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ അപ്പാടെ മണിയേട്ടൻ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പുള്ളിയുടെ വീഡിയോ പുള്ളി അറിയാതെ എടുത്ത് ഞങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് മണിയേട്ടൻ എങ്ങനെ ഇതെടുത്തു എന്നറിയില്ല. അതുപോലെ പണ്ട് ഇത് തന്നെ മണിയേട്ടൻ തന്നെയാണ് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ നിറയെ താടി മീശയുള്ള ഒരാൾ, മണിയേട്ടൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. നിറയെ താടി മീശയുള്ള ഒരാൾ, അയാൾ ഹോട്ടലിൽ ചോറ് കഴിക്കുമ്പോൾ ഈ താടി മീശയും കാരണം ചോറ് ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളി വായിലിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ തട്ടിയിടും അത്രേ. അതങ്ങനെ തന്നെ മണിയേട്ടൻ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ നമ്മളുടെ പോക്കിനിടയിൽ നമ്മൾ കാണുന്ന രസകരമായ ക്യാരക്ടേഴ്സ്, അവരുടെ രീതികൾ, അവരുടെ സംസാര ശൈലി എല്ലാം കൊണ്ടുവരാനായിട്ട് പറ്റുന്നൊരു മേഖലയാണ് സിറ്റ്കോം. അതിനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് എപ്പോഴും ഉണ്ട്. അത് എല്ലാവരും തന്നെ ഈ സിറ്റ്കോമിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അത് എടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ സിറ്റ്കോമിൽ നേരത്തെ പറഞ്ഞു നമുക്കൊരു സെൻസ് വേണം അല്ലേ. ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ ഒരു വലിയ കാലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഡയലോഗുകളിലൊക്കെ തന്നെ ഒരു ശ്രദ്ധ ആ തരത്തിൽ പുലർത്താറുണ്ടോ പാർവതി ചേച്ചി? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. ഈ ഡയലോഗ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ചില സമയത്ത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഞാൻ ഐ സ്ട്രോങ്ലി ഡിസഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരേണ്ടി വന്നു. പക്ഷെ അവരാവശ്യപ്പെട്ട പോലെ നമുക്ക് അഭിനയിച്ചു കൊടുക്കാതിരിക്കാനും കഴിയില്ല. അതിനകത്ത് ഒരു കഥാപാത്രത്തിൻ്റെ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഗർഭിണി ആവാൻ താമസിക്കുന്നു. അപ്പോൾ നാട്ടുകാർ മുഴുവൻ ഭയങ്കരമായിട്ട് ഇടപെടുന്നു. സിനിമ ഇറങ്ങിയിട്ടില്ല.
നാട്ടുകാർ മുഴുവൻ ഇടപെട്ടിട്ട് ഇവർ പിന്നെ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവാത്ത സ്ത്രീയാണ്, മച്ചിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. അപ്പം ഞാനും അത് നാട്ടുകാർ എന്ത് പറഞ്ഞാലും അത് വീട്ടിൽ വന്ന് 100 ഇരട്ടി ബഹളം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, അമ്മായിയമ്മയാണ്. പക്ഷെ അതിനകത്ത് ഒരു ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ എന്താ, ഒരു നായിക ചെന്നിട്ട് ഒരു കുഞ്ഞിനെ എടുത്ത് ലാളിക്കും. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അത് മച്ചികൾ തൊട്ടാൽ ദോഷം കേട്ടോ എന്ന് പറഞ്ഞ് അവരങ്ങ് എക്സിറ്റ് ആയി പോവുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ചെന്നിട്ട് ഈ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് അമ്മൂമ്മയ്ക്ക് തിരിച്ചു കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ട് ഒഴിഞ്ഞിട്ടാൽ മതി, കുഴപ്പം, കണ്ണ് കിട്ടില്ല. ഇത് ഓപ്പൺ എൻഡഡ് ആയിട്ട് സിനിമയിൽ വിട്ടേക്കുവാണ്, ഓപ്പൺ എൻഡഡ് ആയിട്ട്. അതിനകത്ത് കൗണ്ടർ ചെയ്യുന്നില്ല ആരും, ചുറ്റും നിൽക്കുന്നവരോ കേട്ടുകൊണ്ടിരിക്കുന്നവരോ ആരെങ്കിലും ഇവർക്ക് എന്താ വിവരമില്ലാത്തതാണോ, അന്ധവിശ്വാസം, സാരമില്ലെന്ന് ആരും പറയുന്നില്ല. അപ്പം ഡയറക്ടർ പറയുന്നത് ഇറ്റ് ഇസ് ഓക്കെ, എൻ്റെ സിനിമ പൊളിറ്റിക്കൽ അല്ലാതാവാം, കുഴപ്പമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതങ്ങനെ ഓപ്പൺ എൻഡഡ് ആയിട്ട് വിടുന്ന എൻ്റെ പേഴ്സണലി എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ക്യാരക്ടറിൻ്റെ കോൺഫ്ലിക്റ്റ് സിനിമയിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ ഗർഭിണിയാവുന്നുണ്ട്, അവർ പ്രസവിക്കുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ സിനിമ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞില്ലാത്ത സ്ത്രീ ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അപ്പോൾ അങ്ങനെ ഒരു അന്ധവിശ്വാസം, ആ കഥാപാത്രം അന്ധവിശ്വാസമുള്ള ആളാണെന്ന് വെച്ച് സിനിമയിൽ ടോട്ടാലിറ്റിയിൽ അത് ഓപ്പൺ എൻഡഡ് ആയിട്ട് വിടാമോ വിട്ടൂടെ എന്നുള്ളത് എൻ്റെ മനസ്സിൽ വന്നൊരു ആശങ്കയാണ്. ഞാൻ അവിടെ റൈറ്ററിനോട് പോയി സംസാരിച്ചു, ഡയറക്ടറിനോട് സംസാരിച്ചത് മാത്രമല്ല വഴക്കിട്ടു. ഞാൻ ശരിക്കും വഴക്കിട്ടു. ഞാൻ പറഞ്ഞത് എനിക്കിത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു നിങ്ങൾക്ക് സബ് ക്യാരക്ടേഴ്സ് എന്നൊക്കെ പലതും ഉണ്ട്, നിങ്ങൾ കഥാപാത്രം നിങ്ങൾ പറയാമെന്ന് വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് വേണമെങ്കിൽ പറയാം, ഞാനൊരു ആക്ടർ മാത്രമാണ്, എനിക്കറിയാം. പക്ഷെ അത് ഓപ്പൺ എൻഡഡ് ആയിട്ട് സിനിമയിൽ വിടുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് എൻ്റെ മനസ്സിൽ വരുന്നൊരു ആശങ്കയാണ്. ഞാനത് നിങ്ങളോട് ഓപ്പണായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ ഓപ്പൺ എൻഡഡ് ആയിട്ട് ഒരു സിനിമയിൽ വിടാമോ വിട്ടൂടെ? ഇത് ശരിക്കും നമ്മൾ ഇന്ന് വരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത, നമ്മളെല്ലാവരും തന്നെ ഡിസ്കഷനിൽ എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്ന് വെച്ചാൽ ഒരു കഥാപാത്രം പൊളിറ്റിക്കലി റോങ് ആകുക എന്നല്ല. പക്ഷെ അത് ടോട്ടാലിറ്റിയിൽ ആ സിനിമ അത് എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്, ആ സിനിമ അവസാനം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആനിമൽ എന്ന് പറയുന്ന ഒരു സിനിമ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറഞ്ഞ് 100% ഡിസ്കഷനാണ്. പക്ഷേ സിനിമയുടെ പേര് ആനിമൽ എന്നാണ്. സിനിമ ഈസ് നോട്ട് സേയിങ് അവരൊരു എന്താ പറയുക സ്നേഹസമ്പന്നൻ്റെ കഥ എന്നല്ല, അല്ലെങ്കിൽ ഒരു ഉത്തമ പുരുഷൻ്റെ കഥ എന്നല്ല, ആനിമലിനെ കുറിച്ചാണ് സിനിമ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് അത്രയും ആവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അയാൾ ആനിമലിലാണ്. മനുഷ്യൻ്റെ മനസ്സിലെ ഇൻസ്റ്റിങ്സ് ഇതിന്നും ആനിമൽ ഇൻസ്റ്റിങ്സ് ഇതൊന്നും കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ മനുഷ്യൻ ശരിക്കും അങ്ങനെ സൊഫിസ്റ്റിക്കേറ്റഡ് ഒന്നും അല്ല. നമ്മളുടെ ഏറ്റവും സ്വകാര്യതയിൽ നമുക്ക് തന്നെ നമ്മളെ അറിയാം, നമുക്ക് എത്രത്തോളം ഭ്രാന്തുകൾ അല്ലെങ്കിൽ പിന്നെ വിയേർഡായിട്ടുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളത് പലപ്പോഴും മൂടി മറച്ചും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നടക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ പേഴ്സണലി അത്ര നല്ലവരൊന്നും അല്ല, ആണായാലും പെണ്ണായാലും. അപ്പോൾ അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് എനിക്കിപ്പോഴും ഒരു ഉത്തരം ഇല്ല. ഞാനതൊരു ഡിസ്കഷനായിട്ട് ആൾക്കാരോട്, അറിവുള്ളവരോട് അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനോട് കാണുമ്പോൾ ഇപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഡയലോഗ്. അപ്പോൾ അതൊരു ഫിലിം മേക്കറിൻ്റെ വിഷൻ മാത്രമാണ്. സിനിമ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് വിഷൻ. ആക്ടേഴ്സിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്നുള്ള ഗതികേട് നമ്മൾ ചില സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടിയും വരും. അപ്പം അതുപോലെ സത്യമാണ് ഇത് ഒരു പ്രാവശ്യം ഇതേപോലെ ഞാൻ ഏതാണ് വർക്കുന്നോ എന്താണെന്നോ ഒന്നും പറയുന്നില്ല. ശരിക്കും അതൊരു ഒരു സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഇപ്പം നമ്മളൊരു ഭിക്ഷക്കാർ അല്ലെങ്കിൽ വീട്ടിലെ സെർവൻസ് ഇവർക്കൊക്കെ പ്രത്യേക ഒരു ശരീരഭാഷ നമ്മൾ ഓൾറെഡി വരച്ച് ഗുണിച്ച് വെച്ചിട്ടുണ്ട്. മോഷ്ടിക്കുന്നവർ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ദാരുണമായിട്ട് എനിക്ക് തോന്നിയത് ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിൽ ഇത്തരത്തിൽ, ഞാനത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല, ഇത്തരം ശരീരഭാഷയുള്ള ഒരു സ്ത്രീ മോഷ്ടിക്കാൻ എന്ന വ്യാജേന വരുന്നു. പക്ഷെ ആ കുട്ടി മോഷ്ടിക്കാൻ വരുന്നതല്ല, പക്ഷേ കൃത്യമായിട്ട് അതിനകത്ത് അവരുടെ ശരീരഭാഷ ഇങ്ങനെ ആയിരിക്കണം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം എനിക്കിത് അതേപോലെ തന്നെ എന്തെഴുതി വെച്ചിരിക്കുന്നോ അതുപോലെ തന്നെ ഒരാളെ ഇവർ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയും ചെയ്യുന്നു. അപ്പം ഞാനാണ് സാധാരണ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പം എനിക്കിത് അവരുടെ മുൻപിൽ വെച്ച് വായിക്കാൻ ഭയങ്കര ഒരു വിഷമം. ഇത് ഞാൻ ഓരോരുത്തരുടെ അടുത്തും പോയി പറയുന്നുണ്ട്, ഇതിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ആര് പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണോ മോഷ്ടിക്കാൻ വരുള്ളൂ? ഇവിടെ നമ്മൾ പൊളിറ്റിക്കലി കണ്ടിട്ടുള്ള പല ഉന്നതതല ബണ്ടി ചോറൊക്കെ ഇപ്പോ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ പല കക്ഷികളും ആ ശരീരഭാഷയുള്ള ആൾക്കാരല്ല.
അപ്പോൾ ഇതെന്തിനിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഇത് ഈ വരുന്ന കക്ഷി ഇത് വായിക്കണ്ടേ, അവർക്ക് എന്തോരം പെയിൻഫുൾ ആയിരിക്കും അങ്ങനെ വായിക്കുമ്പോൾ. അപ്പോൾ ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്തോ തെറ്റുകാരാവുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇത് ചോദ്യം ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, തമാശയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ അത് ഡൈജസ്റ്റ് ആയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലെങ്കിൽ ഞാനിത് ഇതേപോലെ തന്നെ വായിക്കും എന്ന് പറഞ്ഞു. അപ്പം എന്തോ എഴുതിയ ആൾക്ക്, റൈറ്റർക്ക് ഒരു അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നി. ഞാൻ എന്നിട്ടും ഇതെടുത്ത് ഇയാൾ എന്നോട് പറയുമായിരിക്കും അത് വായിക്കേണ്ട എന്ന് പറയുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി എൻ്റെ മുൻപിൽ നിൽക്കുന്നു, കൂടെ അഭിനയിക്കേണ്ടവർ നിൽക്കുന്നു. ഞാനതിങ്ങനെ ഒച്ചത്തിൽ വായിച്ചപ്പോൾ ഇയാളുടെ പുറകെ വന്ന് പറഞ്ഞു അത് വായിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരുടെ ഉള്ളിലുണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ ചിരിപ്പിക്കാനും കഥകൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം എന്ന് പറയുന്ന ഒരു ബോധമില്ലായ്മ പലർക്കും ഉണ്ട്. അത് ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു വിഭാഗത്തിനെ അടച്ചാക്ഷേപിക്കും, സ്ത്രീകളെ അടച്ചാക്ഷേപിക്കും എഴുതുകളിൽ. അപ്പം ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവളെപ്പോഴും പ്രശ്നക്കാരിയാണ്, ഇവക്ക് എന്താണ് ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് കഥ എന്തുണ്ടാക്കും, ആരെയും ഒന്നും പറയാൻ പാടില്ലെങ്കിൽ. അപ്പം നമ്മൾ പറയുന്നത് പറയാം. ഇപ്പം എൻ്റെ തങ്കം അല്ലെങ്കിൽ ശ്യാമള ഇതേപോലെ ശരാശരിയായിട്ട് ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ എല്ലാവരും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും അങ്ങനെയില്ലല്ലോ. ഓപ്പോസിറ്റുള്ള ആൾ അല്പം ബുദ്ധിയും ബോധമൊക്കെ ഉള്ള അവർക്കൊരു കൗണ്ടർ പറഞ്ഞാൽ മതി, അതവിടെ പ്രശ്നം തീരും. പക്ഷേ അങ്ങനെ പോലും പറയാൻ സന്നദ്ധരാവാത്ത പല ഇടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു കൗണ്ടർ പറഞ്ഞാൽ മതി, പക്ഷെ നമ്മൾ പറയൂല എന്നല്ല പറയുന്നത്. ആസ് എൻ ആക്ടർ നമുക്കറിയാം നമ്മൾ എത്രത്തോളം സബ്മിറ്റ് ചെയ്യണം, നമ്മുടെ ആലോചനയായിട്ടൊക്കെ ഒത്തിരി ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടർ നമ്മൾ ചെയ്യണം. പക്ഷേ ആ ടോട്ടാലിറ്റിയിൽ അങ്ങനെ അല്ലാതെ വരുമ്പോൾ വഴക്കിട്ടിട്ട് ഇപ്പം മഞ്ജുവിൻ്റെ കാര്യത്തിൽ ഷീ വാസ് ലക്കി, ഓക്കെ ശരി എന്നാൽ വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞാൻ ലക്കി അല്ലായിരുന്നു, അത് അവിടെ അങ്ങനെ തന്നെ വെച്ചു അവർ ആ സിനിമയിൽ. എന്ന് വെച്ചാൽ എനിക്കത് ഇപ്പോഴും എനിക്ക് ആലോചിക്കാൻ വയ്യ. മച്ചിയായിട്ടുള്ള ഒരു പെൺകുട്ടി കുഞ്ഞിനെ എടുത്താൽ ദോഷമാണെന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയില്ല, ഇല്ല ഒഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ണ് കിട്ടൂല അത് പറഞ്ഞിട്ട് ആ സിനിമ അവിടെ തീരുവാണ്, അവിടെ ആ ഓപ്പൺ എൻഡഡ് ആയിട്ട് അതിനെ അങ്ങ് വിടുവാണ്. എനിക്കിത് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. 10-35 ദിവസം വർക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അത്രയ്ക്ക് എനിക്ക് ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടായിപ്പോയി. ഞാൻ ആരോടും യാത്ര പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് പാർവതി ചേച്ചി വന്ന് അവസാനത്തെ മീറ്റിങ്ങിൽ വന്നില്ല, എല്ലാവരും കൂടെ കൂടിയപ്പോൾ വന്നില്ല, എന്ത് മോശമാണ്, ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്. പക്ഷേ എനിക്ക് ഞാൻ അങ്ങനെയും കൂടിയാണ്, ഞാൻ ഭയങ്കര അപ്സെറ്റ് ആവുന്ന ഒരാളും കൂടിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ തമാശയുടെ സെൻസ് ഇപ്പോൾ ഒരുപാട് തരത്തിൽ മാറിയിട്ടുണ്ട്. നമ്മൾ കുറേ കൂടി വളരെ പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ഇപ്പോൾ എന്താ ചട്ടുള്ളവരെ അല്ലെങ്കിൽ കോമഡി വെക്കുന്നവരെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുബോധം ഇങ്ങനെയാണ് ആൾക്കാർ. ഇപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞങ്ങൾ അഭിനയിന്ന് നാടകസംഘത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് രാത്രിയൊക്കെ ആവും നാടകസംഘം. ഞങ്ങളവിടെ പ്ലാത്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ആരോളത്തുനിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഞങ്ങൾ വെളിയിൽ തട്ട് കഴിക്കാനും അല്ലെങ്കിൽ നിർത്തുമ്പോൾ ചിലപ്പോൾ അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പോലീസുകാർ വരും. അപ്പോൾ പോലീസുകാർ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ, ഇപ്പോൾ എൻ്റെ സംവിധായകനുണ്ട് എന്ന് വെച്ചാൽ ഫ്രാൻസിൽ വരെ പോയി അല്ലെങ്കിൽ എല്ലാ വലിയ ഫെസ്റ്റിവൽസിലൊക്കെ വലിയ മാനമുള്ള എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എല്ലാ വലിയ ഫെസ്റ്റിവൽസിൽ നിന്നൊക്കെ കോൾ വരുന്ന കമ്മീഷൻസ് ഷോസൊക്കെ കമ്മീഷൻ ഉണ്ടാവുന്ന വലിയ സംവിധായകനാണ്. പക്ഷെ കറുത്തതാണ്, തടിച്ചതാണ്. അപ്പോൾ ഇവർ വന്ന് ചോദിക്കും എന്തുവാടോ ഇവിടെ പരിപാടി, താനാരാ എന്നൊക്കെ ചോദിച്ചിട്ടൊരു മോഷ്ടാവിനെ പോലെ ഇങ്ങോട്ട് പറയും എന്താ പേരെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഞാൻ നാടകക്കാരനാണ്, എന്നാൽ 2 മിമിക്രി കാണിക്കാൻ. അപ്പം ചോദിച്ചു പലപ്പോഴും ഇങ്ങനെ അങ്ങനെ അവിടെ അവന്യൂണിലൊക്കെ ഫെസ്റ്റിവലും വേൾഡ് തിയേറ്റർ ഫെസ്റ്റിവലിലും ഒക്കെ നാടകമൊക്കെ ചെയ്യുന്ന വലിയ ആളാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കറുത്തിരിക്കുന്നു തടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുന്ന 2 മിമിക്രി കാണിക്കുക അല്ലെങ്കിൽ ഇയാൾ കലാകാരനല്ല എന്ന് പറയുന്ന തരത്തിൽ പെട്ടെന്ന് കറുപ്പ്, മുടി വളർത്തിയത്. ഞങ്ങളുടെ നാടകത്തിലെ മുഴുവൻ പേരും ഇങ്ങനെ എന്താ മുടി ഇങ്ങനെ വളർത്തി അങ്ങനെ ഒരു രൂപത്തിലായിരുന്നു ഭഗവത് ജ്യോതിലെ നാടകത്തിൽ. അപ്പോൾ ഈ മുടിയുള്ള ആൾക്കാരെയും ഈ കറുത്ത ആൾക്കാരെയും കൂടെ കാണുമ്പോൾ ഉറപ്പായിട്ടും ഡ്രഗ്സ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തപ്പോട് തപ്പ ഒന്നും ഉണ്ടാവത്തില്ലേ. ഇത് ക്യാരക്ടറിന് വേണ്ടി വളർത്തിയത്, ഞാൻ കള്ളൊന്നും കുടിക്കുകയൊന്നും ഇല്ല എന്ന് പറയാമെങ്കിലും. പക്ഷെ ഒരു പാവം മേനായിരുന്നു. അപ്പം അത് പക്ഷെ പോലീസുകാർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അവരുടെ രൂപം അതാണ്, അത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമ്മളുടെ നമ്മൾ ചില തമാശകൾക്ക് വേണ്ടി തമാശകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ബോഡി ഷെയ്മിങ് അതിപ്പോൾ വലിയ തോതിൽ ഇപ്പോൾ താരങ്ങളാണെങ്കിൽ പോലും ഒരു തലത്തിൽ ആരാധിക്കപ്പെടുമ്പോഴും മറുതരത്തിൽ ഇങ്ങനെ ബോഡി ഷെയ്മിങ് ഒക്കെ വലിയ തോതിൽ ഉണ്ടാകാറുണ്ട്. അതിനെതിരെ എപ്പോഴും ശബ്ദിക്കുന്ന ഒരാളാണ് മഞ്ജു ചേച്ചി.
എങ്ങനെയാണ് ആ വിഷയത്തെ എടുക്കുന്നത്? ഈ പലതരത്തിൽ ഇങ്ങനെ ബോഡി ഷെയിമുകളൊക്കെ നിരന്തരമായി വരുന്ന സമയത്ത് അതിനെ കുറേ കഴിയുമ്പോൾ മറികടക്കാൻ കഴിയുന്നുണ്ടോ? മറികടക്കാൻ സത്യത്തിൽ ഭയങ്കര പാടാണ്, ഭയങ്കര പാടാണ്. അത് അനുഭവിച്ചവർക്കേ അതറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായിട്ട് പോലും ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് പെട്ടെന്ന് എനിക്ക് കൊള്ളും. കാരണം ഇനി ഇങ്ങനൊരു തലമുറ, ഞാൻ എന്നെ തന്നെ പറയാം, എന്നെപ്പോലെ കോൺഫിഡൻസ് ഇല്ലാതെ വളർന്നു വന്ന ഒരു തലമുറ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് എൻ്റെ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ വളർന്നു വന്നപ്പോഴെല്ലാം എൻ്റെ നിറത്തിനെയും എൻ്റെ വണ്ണത്തിനെയുമാണ് എല്ലാവരും അത്ഭുതത്തോടു കൂടി കണ്ടത്. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇപ്പോഴും പാടെ ഞാൻ പുറത്തു കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എനിക്ക് മാഹിയിലൊരു പ്രോഗ്രാം ഉണ്ടായി, വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ പ്രോഗ്രാം 6:30 തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ 8:30 മണിയായി. എനിക്ക് 9:15 ട്രെയിൻ. നോക്കുമ്പോൾ 15 മിനിറ്റ് ട്രെയിൻ ലേറ്റാണ്, 9:30 വരെ കിട്ടും. ഞാൻ വേഗം തന്നെ ഫംഗ്ഷൻ കഴിഞ്ഞ് പൊതുപരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്നെ കയറ്റി 2 വാക്ക് സംസാരിച്ച് ഒരു പാട്ടും പാടി ഞാൻ നിന്ന വേഷത്തിൽ ഇതേപോലെ വലിയ ജിംക, ഇതിലും വലിയൊരു മാല, സാരി, പട്ടുസാരിയൊക്കെ കൊടുത്ത് ഞാൻ ട്രെയിനിൽ വലിഞ്ഞ് കയറുക. ഓടി വന്നാണ് കയറിയത്. ഓടി കയറി മുടിയൊക്കെ ഇങ്ങനെ മറ്റേ സ്പ്രേ ഒക്കെ ചെയ്ത് പിരിച്ചൊക്കെ ഇട്ടേക്ക്, ഇതൊക്കെ എവിടെയെങ്കിലും ഊരി വെക്കണ്ടേ. ഞാൻ ശ്വാസമൊക്കെ എടുത്ത് എൻ്റെ സീറ്റിൽ ഞാൻ എൻ്റെ ട്രോളി ബാഗ് എടുത്ത് ഉള്ളിലേക്ക് വെച്ച് ഞാനൊന്ന് നിവർന്ന് നിന്ന് ശ്വാസം വിട്ട് അടുത്ത ബാഗ് കയറ്റി വെക്കുമ്പോൾ എൻ്റെ ഈ ബർത്തിൻ്റെ സൈഡിലൊരു ചേട്ടൻ ഇരിപ്പുണ്ട്. ഈ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് മറ്റേ ആളല്ലേ. അപ്പം അപ്പം എനിക്ക് മനസ്സിലായി മഞ്ജു ആണല്ലോ, ഇതിങ്ങനെ നമ്മളെപ്പോഴും കേൾക്കുന്നതുകൊണ്ട് അതെ അതെ മഞ്ജു ആണ് എന്ന് പറഞ്ഞു. ഇതെന്തുവായത്, വണ്ണം വെച്ച് ഇത് എങ്ങോട്ട് പോകുന്നു? എന്നെ വെരി ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടില്ല എവിടെയും. എവിടെ പോകുന്നു ഈ വണ്ണം വെച്ച്? അപ്പം എനിക്കങ്ങോട്ട് ഒന്നാമത്തെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആകെ ഫ്രസ്ട്രേഷൻ. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്തിനാ ഇപ്പം കാണുന്നത്, കണ്ടറിഞ്ഞൂടെ? ഇന്ന് ഒരു ദയയില്ലാതെ ഒരു സഹജീവി മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ചോദിക്കുകയാണ്. അതും കഴിഞ്ഞ് ഇത്രയും നിറം ഇല്ലല്ലോ ടി വിയിൽ കാണുമ്പോൾ, കറുപ്പിച്ചാണല്ലോ വെക്കുന്നത്, കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. ഇങ്ങനെ എനിക്കവിടെ നിൽക്കും തോറും എനിക്ക് തല പൊട്ടിപ്പോണ പോലെ തോന്നുകയാണ്. ഇതെന്തൊരു മനുഷ്യൻ, സത്യമായിട്ട് അദ്ദേഹം ചോദിച്ചതാണ്. എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അയാൾക്കത് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നോട്. അപ്പം ഞാൻ ചേട്ടാ ഇതിപ്പോൾ എനിക്ക് ഇയാളോട് ഒരു പക്ഷേ ഈ മനുഷ്യൻ വളരെ നിഷ്കളങ്കനായിരിക്കും, അതുകൊണ്ടായിരിക്കും ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇത്രയും നിറമൊക്കെ തന്നെ ഉള്ളൂ ചേട്ടാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പെട്ടി വെച്ചിട്ട് ഇതൊക്കെ മാറി തിരിച്ച് വന്ന് ഞാൻ കിടക്കാൻ പോവാണോ എന്ന് ചോദിച്ചു. ഞാൻ കിടക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ മാറണമായിരിക്കും. നമ്മൾ മാറിയാൽ കൊള്ളാം, എനിക്ക് സുഖമായിട്ട് കിടക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ്റെ ഇതൊക്കെ വിരിക്കണതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും പറയാതിരുന്നിട്ടൊരു സമാധാനം ഇല്ല. ഞാൻ പുറകിൽ ചെന്ന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരട്ടെ ചേട്ടന്. എന്താ? ആരെങ്കിലും ആദ്യമായിട്ട് കാണുമ്പോൾ സുഖമാണോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾക്കും സുഖമായിരിക്കും, കേൾക്കുന്നവർക്കും സുഖമായിരിക്കും. അങ്ങനെ നമുക്ക് സുഖം കൊടുക്കാം എന്ന് പറഞ്ഞു. അയക്ക് എന്നിട്ട് മനസ്സിലായി അതിപ്പോൾ എന്തിനാ എന്നോട് ഇത് പറഞ്ഞത് എന്നുള്ള ചോദ്യം. അങ്ങനെയുള്ള മനുഷ്യരാണ് ഇതെല്ലാം പക്ഷെ ഇത് കേൾക്കുന്ന ഒരാൾക്ക്, ഇപ്പം എന്നോട് ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ ചോദിച്ചു, എന്നോടല്ല എൻ്റെ അടുത്തിരിക്കുന്ന പയ്യനോട്, അവന് ഇച്ചിരി വണ്ണമുണ്ട്. വണ്ണം കുറയ്ക്കണം കേട്ടോ, അസുഖങ്ങൾ വരും. ഇതിനിങ്ങനെ വന്നവർ പോണവർ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതെ ഒന്ന് നിർത്തുമോ, ഞങ്ങൾ ഡെയിലി കണ്ണാടി നോക്കുന്നുണ്ട്, വണ്ണം വെച്ചതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്, ഇത് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാൻ ഞങ്ങൾക്ക് വണ്ണമുണ്ട്. ഇത് എന്തിനിത് പറഞ്ഞിട്ട് ചിലർക്ക് ഇത് കുറയില്ലേ, ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇതെന്തിനാണ് ഇങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടി കാണുന്നത്? ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ മോളെ ഭയങ്കര പാടാണ്. എന്നോട് പലരും ചോദിക്കൂടാ, നിങ്ങൾക്കിത് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാ? ഇപ്പം കറുത്തിട്ടൊരു കുട്ടി എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി ഇച്ചിരി നിറം വയ്ക്കാൻ എന്ത് ചെയ്യും? അധികം പെൺകുട്ടികളാണ് കേട്ടോ ചോദിക്കുന്നത്. കാരണം ഇവർ ജനിക്കുമ്പോൾ മുതൽ എൻ്റെയൊക്കെ അമ്മ ചെയ്തിട്ടുണ്ട്. കൊച്ചിനെ നോക്കാൻ പോയിട്ട് വന്നിട്ട് ചെവി കറുത്തതാകട്ടോ എന്ന് പറയും. ചെവി കറുത്തതാണ് ഈ കൊച്ചു കറുക്കൂത്രേ, അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട് പഴയ ആൾക്കാർ. ഇവർ കൊച്ചിനെ കാണാൻ പോകുമ്പോൾ കൊച്ചു ആരോഗ്യം ഉണ്ടോ എന്നല്ല നോക്കുന്നത്, ചെവി കറുത്തതാണോ എന്നാ, കൊച്ചു കറുക്കോ ഇല്ലയോ എന്നുള്ളത് അറിയണം. ഇങ്ങനെ ജനിച്ച് വീണ് ഇത് അനുഭവിച്ച് വരുന്നൊരു കുട്ടി
തീർച്ചയായിട്ടും അപകർഷതാബോധമുള്ള ഒരു കുട്ടി തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഇവർ ഫിൽറ്റർ ഇടും. ഇപ്പോൾ റീല് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ കറുത്തതാണെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്നെ ഫിൽറ്റർ ഇടുന്നത്? എങ്ങനെ ഫിൽറ്റർ ഇടാതിരിക്കും? ഞാൻ മോശമാണെന്നും നീ കൊള്ളൂല എന്നും നിനക്ക് വണ്ണം ഉണ്ടെന്നും നീ കറുത്തതാണ് നിന്നെ കാണാൻ കൊള്ളൂല എന്ന് തന്നെയാണ് ഞാൻ കേട്ട് വളർന്നത്. ഞാൻ അപകർഷതാബോധത്തിലാണ് ജീവിച്ചത്. ഞാൻ ഫിൽറ്റർ ഇടും, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഇതിൽ എവിടെയാണ് തെറ്റ്? ഇത് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. കോമഡി ചെയ്യുമ്പോൾ, ഈ പറയുന്ന സ്റ്റേജ് ഷോയൊക്കെ ചെയ്യുമ്പോൾ ദാരുണമായിട്ട് പല്ല് പൊങ്ങിയവനെയും കറുത്തവനെയും വലിച്ചു കീറിയിട്ട് അത് കണ്ട് ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് എന്താണ് ഇത്ര ചിരിക്കുക? നമ്മുടെ സഹജീവിയല്ലേ. കോമഡിക്ക് വേണ്ടി വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അടൂർ ബാസി ചേട്ടനൊക്കെ പല്ല് പൊന്തിയവനെയൊക്കെ കളിയാക്കിയിട്ടാണോ കോമഡി ഉണ്ടായത്? ഒന്നുമല്ല. നമുക്ക് കോമഡി അത് സ്വതസിദ്ധമായിട്ട് വരേണ്ട, ഒരാളെ കളിയാക്കിയിട്ടല്ല അത് ചെയ്യേണ്ടത്. ഇത് എത്ര പറഞ്ഞാലും നമ്മുടെ പൊതുസമൂഹത്തിന് മനസ്സിലാവില്ല. എൻ്റെ ശരീരം, എൻ്റെ നിറം, അതെൻ്റെ അഭിമാനമാണ് എന്ന ചിന്തയിലേക്ക് എത്താൻ നമ്മൾ ഇനിയും അത് നമ്മുടെ കൂടെയുള്ളവരും കൂടി നമ്മളെ സഹായിക്കണം. ഞാൻ മോള് രാവിലെ ഉടുത്തിരിങ്ങി പുറത്തോട്ട് പോകുമ്പോൾ, അയ്യോ ഇന്ന് തീരെ കൊള്ളൂല കേട്ടോ, ഇന്ന് ഒരു രസവും ഇല്ല, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന മുഖം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പോണ വഴിക്ക് കാണുന്ന കണ്ണാടിയിലൊക്കെ നോക്കും ഇല്ലേ? നോക്കും. അത് നമ്മുടെ ഉള്ളിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് തരുന്നതാണ്. ഇതിനൊരു മാന്യത സഹജീവികളോട്, കലാകാരന്മാർ പ്രത്യേകിച്ച് ഒരു കറുപ്പിനെയും ശരീരഭാഷയെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ രീതികളെ കളിയാക്കാനേ പാടില്ല. കാരണം ഞാൻ അപകർഷതാബോധത്തിൽ ജീവിച്ച് വളർന്ന ഒരാളാണ്. എനിക്ക് ഇപ്പോഴും കുറേ ഒരാൾ പറയുമ്പോൾ, അതാണ് ട്രെയിനിൽ വെച്ച് അയാൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കതിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റിയില്ല. കാരണം എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ അനുഭവിച്ച കാര്യമായതുകൊണ്ടാണ്. അത് മാറാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു തലമുറ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളവർ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ ഫാർ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ മഞ്ജുജിയുടെ തന്നെ ഈ ബ്ലാക്ക് കീസ് എന്ന് പറഞ്ഞ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആളുകൾക്ക് എത്രന്ന് വെച്ചാൽ പറയും. ഇപ്പോൾ പാർവതി ചേച്ചിയും ഈ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ സീരിയലിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്ന സമയത്തും ഈ രീതിയിലുള്ള ഈ പറഞ്ഞതുപോലെ പിന്നെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലൊക്കെയുള്ള വേർതിരിവുണ്ടോ? ഇപ്പോൾ പാർവതി ചേച്ചി ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിലൊക്കെ കുറച്ചുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ആ രീതിയിലുള്ള ഇടപെടലുകൾ, സമീപനങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കുറവാണോ? ഇല്ല, ഇത് മഞ്ജു പറയുന്ന പോലെ അല്ല. ഞാനൊക്കെ ഇത് ഈ വണ്ണമുള്ളതിൻ്റെ പേര് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് അനുഭവിക്കുന്നത്. അപ്പം ഞാൻ പണ്ട് സുപ്രഭാതം ശുഭദിനം എന്നൊക്കെ പറഞ്ഞ് മോർണിംഗ് ഷോ ചെയ്യും. അപ്പോൾ എൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഈ മുഖം വണ്ണം വയ്ക്കത്തില്ല, അപ്പോൾ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ബാക്കിയെല്ലാം കുഴപ്പമാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രദേശം മുഴുവൻ ശരീരമാണ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൻ്റെ, ഞാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് അടുത്ത് നേരെ ഫ്രണ്ടിലൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ വീട്ടിൽ കുറേ ഗസ്റ്റ് വന്നിട്ട് ഞാൻ ഓടി അവിടെ പോയിട്ട് എന്തൊക്കെയോ ലഡു ജലേബി അതൊക്കെ വാങ്ങിച്ച്, കുറച്ച് വിരുന്നുകാരെ കല്യാണം കഴിച്ച് വന്നവർ, അപ്പോൾ ഒരു 5-6 പേരുണ്ട്. അപ്പോൾ ഈ 2 വലിയ പാക്കറ്റിൽ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിയുവാണ്. അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ വന്നിട്ട്, പാർവതിയല്ലേ? അപ്പം ഞാൻ പറയാതെ സുപ്രഭാതം അവതരിപ്പിക്കുന്നത്. ഞാൻ പറയാം, അയ്യോ എന്തൊരു തടി, അയ്യോ ഇതെന്തത്, അയ്യേ പൊക്കമില്ല, ഇതൊക്കെ തിന്നിട്ടായിരിക്കുമല്ലേ? സത്യം ഇത് തന്നെ പറയും. അപ്പം ഞാൻ ചിരിച്ചിട്ട് എനിക്ക് ചിരി സേവന, ഞാൻ അവർക്കൊരു കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോട്ടെ, എനിക്ക് ഇവിടെ അത്യാവശ്യമുണ്ട്, കോഴിക്ക് പൊക്കമില്ല വണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോന്നു. ശരിയാണ്, നമ്മൾ അത് പിന്നെ എന്ത് ചെയ്യാനാ, അത് അവർ പിന്നെ മുഖം മാത്രം കണ്ടിട്ട് എൻ്റെ സൈസ് ഇത്രയായിരിക്കും എന്നൊക്കെ അവരെങ്ങനെ നിശ്ചയിച്ച് വെച്ചു. പൊക്കമില്ലാത്ത ഞെട്ടലാണ് അവർക്ക്. പൊക്കവും ഇല്ല, തടിയും. ഇത്രയും നാളെ ഞാൻ ഇതൊന്നും അല്ല, അറിഞ്ഞില്ലല്ലോ, ഇതല്ല ഞാൻ ആഗ്രഹിച്ചത്, ഇതല്ല ഞാൻ കണ്ട കീരാശ്ശേരി എന്ന് പറഞ്ഞ് അവർ. അപ്പം അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പം അല്ലെങ്കിൽ തടിയെക്കുറിച്ചുള്ള കമൻസ് ഡെഫിനറ്റ്ലി വരുമല്ലോ. നമ്മൾ വണ്ണമുള്ളവരായതുകൊണ്ട് ഡെഫിനറ്റ്ലി അതിങ്ങനെ നമ്മൾ കേട്ടോണ്ടിരിക്കും. തടിയില്ലായിരുന്നെങ്കിൽ, തടി മറ്റതുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതില്ലായിരുന്നെങ്കിൽ, പൊക്കമുണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ നമ്മളെ അഭിനയിക്കാൻ വിളിച്ചിട്ട് പറയുമായിരുന്നു, തടി ഒന്ന് കുറയ്ക്കണം. അപ്പം നമ്മളെ വിളിക്കാതിരുന്നാൽ പോരായിരുന്നോ, വലിയ എത്ര പേരുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. ഞാനെതിരെ മഞ്ജു എടുക്കുന്നത് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. കാരണം എനിക്കിത് കോമഡിയാണ്. എന്നെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ എനിക്ക് ഇവരെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ചിരി വരും. എനിക്ക് ഇപ്പോൾ എന്നെ പറയുന്നതല്ല, എന്നെ ഇത് പറയുമ്പോൾ എനിക്ക് ഒരാളെങ്കിലും തിരുത്തണം എന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു സേഫ് ആയിട്ടില്ല. എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട്. എനിക്ക് നമുക്ക് പിന്നാലെ വരുന്ന ഒരു തലമുറയില്ലേ, അവരും ഇത് തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. അവരിത് തന്നെയാണ് കേട്ട് വളരുന്നത്. അത് നിർത്തണം. നമുക്ക് കിട്ടിയത് കിട്ടി. അത് 100% ശരിയാണ്. ഞാനിതിനെ എല്ലാവരും പറയും, സ്ത്രീകൾ മാത്രമൊന്നുമല്ല.
സ്ത്രീകളെയാണോ കൂടുതൽ ഈ തരത്തിൽ ബോഡി ഷേമിങ്ങിന് ഇരയാക്കുന്നത്? അല്ലല്ലല്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിപ്പുണ്ട്, വളരെ മെലിഞ്ഞ് പൊക്കെ. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ പിന്നെ ഇതെന്താ ആനക്കാരനും പോകുന്ന പോലെ 10 എഴുതിയ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് പറയണം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന പലരും അത് അനുഭവിച്ചിട്ടുണ്ടാവും. വണ്ണം കുറഞ്ഞാലും കുറ്റം, വണ്ണം കൂടിയാൽ കുറ്റം, മീശ വന്നാൽ കുറ്റം, വന്നില്ലെങ്കിൽ കുറ്റം, ഫുള്ള് കുറ്റമാണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ആ പാവപ്പെട്ടവൻ മീശ അറിയാതെ പോയ ആള് മീശ മറച്ച് വന്നത് എന്തിനാ? ഇതുപോലൊരു പേടി ഒരു ഉണ്ടായി. മീശ ഇല്ലാതെ അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ആൾക്കാർ കളിയാക്കും. ഈ സിറ്റ്കോമിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചിരിച്ച മുഖമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ചില സമയത്ത് ജീവിതം പറയുമ്പോൾ കണ്ണ് നനയുന്നത് കണ്ടിട്ടുണ്ട്. ഈ സിറ്റ്കോം ഒരു 2ാം ജന്മം നൽകിയതാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു അനിവാര്യതയാണ്. അഭിനയം ഒരു ജീവിത മാർഗം കൂടിയാണ്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ മുതലെടുക്കാനോ ദുരുപയോഗം ചെയ്യാനോ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ചിലപ്പോൾ എന്നെ പേടി ചെയ്തുകൊണ്ടായിരിക്കും തോന്നിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഒരു മുതലെടുപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു സംഗതിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു മുതലെടുപ്പ് എന്നുള്ള സംഗതിയില്ല. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യൂ. ഞാൻ അങ്ങനെയല്ല, അതായത് അതിന് ശ്രമം നടന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ചോദിക്കാൻ കാരണം പാർവതി ചേച്ചി ഇപ്പോൾ ഒരുപാട് സിനിമയിലും സീരിയലിലും ഒക്കെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ അത് ആ സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സീരിയലുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കുള്ളിൽ പരിഹരിക്കാൻ കഴിയാറുണ്ടോ? അവിടെ ചർച്ച ചെയ്യാൻ പറ്റാറുണ്ടോ? അവിടെ നിൽക്കുന്ന ആളുകൾ ചേർത്ത് നിർത്താറുണ്ടോ? അപ്പുറത്തെ വശത്ത് ആരാന്ന് നോക്കിയിട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പുറത്തെ വശത്തുള്ളത് ആരാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രായമായ മനുഷ്യരാണ്, നമുക്കല്ല. പക്ഷെ ചെറുപ്പക്കാരികളായ കുട്ടികൾ ഇപ്പോഴും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് നേരിട്ട് അല്ലാതെയൊക്കെ അറിയാം. പക്ഷെ എല്ലാവരും കംപ്ലയിൻറ്റ് കൊടുക്കാനോ പരാതി കൊടുക്കാനോ ഒന്നും തയ്യാറാവത്തില്ല. പക്ഷെ അത് സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്താൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹെയർ ഡ്രസ്സർ കൊടുത്ത ഒരു കംപ്ലയിൻറ്റ് വളരെ സീരിയസ് ആയിട്ടാണ് ഫെഫ്ക കൺസിഡർ ചെയ്തതും അവരെ അത് 1 വർഷത്തേക്ക് പുറത്താക്കി. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഇവരെ വർക്ക് ചെയ്യാൻ സമ്മതിക്കാത്തതിന് വേറെ പേരിൽ പോയാൽ തന്നെ പിടിച്ച് പുറത്താക്കുന്ന തരത്തിലൊക്കെ വളരെ വിജിലൻ്റ് ആയിട്ടാണ് ഇപ്പോൾ എല്ലായിടവും. പിന്നെ നമ്മുടെ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം ആരാണ് ICC മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് യൂണിറ്റ് വാനിൽ നിന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിളിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കും, ഭയങ്കര ബഹളം ഉണ്ടാക്കും. എല്ലായിടത്തും വിജിലൻ്റ് ആണ്. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത് നമ്മൾക്ക് സർഫസ് ചെയ്യാൻ ഇനിയും ഒരുപാട് നാളെടുക്കും എന്ന് എനിക്കൊന്ന്. അത്രയും കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ നമ്മുടെ ഉണ്ടല്ലോ, നമ്മൾക്ക് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മളൊരു ഔദാര്യത്തിൻ്റെ പുറത്ത് ഈ പണിക്ക് പോകുന്നത്. നമ്മൾ കൃത്യമായി പഠിച്ച് നമുക്കൊരു, ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മുടെ WDC പോലെയുള്ള സംഘടനകളൊക്കെ ഉണ്ടല്ലോ, വിമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അവിടെയൊക്കെ സിനിമാ മേഖല പോലെയുള്ള ഒരു സ്ട്രക്ചേർഡ് അല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ പാനൽ ഉണ്ടാക്കി വെച്ചാൽ ഇത്ര അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് ഇത്രയും കഴിവുള്ളവരാണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിന് വേണ്ട ഒരു ട്രെയിനിങ്ങും കൊടുത്ത് ഇത്ര പാനലുണ്ട്, ആൾക്കാർക്ക് വന്ന് റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോവാം. അത് അപ്പോൾ അവർക്കൊരു ഫീഡ്ബാക്ക് ഫോമും ഉണ്ടാവും. അവരുടെ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളിടത്തുനിന്ന് ബ്ലാക്ക് ബോൾ ചെയ്യാൻ വളരെ രഹസ്യമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പല ടെക്നീഷ്യൻസിനെയും ട്രെയിൻ ചെയ്ത് പാനലാക്കി വെച്ചാൽ ആൾക്കാർക്ക് ഒരു ബാങ്ക് പോലെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്ന സാധ്യത പ്രൈവറ്റ് ആയിട്ടായാലും ഗവൺമെൻറ് ആണെങ്കിലും ഇനിയും തുറന്നു കിടക്കുവാണ്. കാരണം അല്ലെങ്കിൽ അതുണ്ടല്ലോ, സിനിമ ഇറക്കി എന്ന് പറയുമ്പോൾ ഒന്നാമത് ഈ പറഞ്ഞ പോലെ വീട്ടുകാരോട് അധികം അടി ഉണ്ടാക്കണം. സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകുമ്പോൾ ഇവർക്ക് വേറെ ഒന്നുമില്ല, അവൾ നടക്കുന്നവൾ സിനിമ അഭിനയിക്കും, ആഹാ അവൾ സിനിമ അഭിനയം പോലും അല്ല, വേറെ എന്തോന്നോ ചെയ്യാനെന്ന്, എന്തോന്ന് ചെയ്യാൻ, തുണി എടുത്തു കൊടുക്കാനാ, എന്തോന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പം ഇപ്പോൾ കോസ്റ്റ്യൂം ചെയ്യുന്ന പെൺകുട്ടികൾ അഭിമാനമാണ് മലയാള സിനിമയുടെ. ശരിക്കും സമീറ സിനീഷ് ആയാലും ധന്യ ബാലകൃഷ്ണൻ ആയാലും സ്റ്റെഫി സേവിയർ ആണെങ്കിലും ലിജി ആണെങ്കിലും ഇവർ റൂൾ ചെയ്യുവാണ്. ശരിക്കും ഭയങ്കര രസമാണ് ആ പിള്ളേർ കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് ഒന്നും അവരെ ബാധിക്കത്തില്ല, അവർ അത്ര നന്നായിട്ടാണ് അവർ, നമുക്ക് ഭയങ്കര അഭിമാനം തോന്നും. അപ്പോൾ ഓരോ മേഖലയിലേക്ക് കടന്നു വരാൻ ഇനിയും എത്രയോ മേഖലകളുണ്ട്. സ്ത്രീകൾക്ക് വന്ന് വളരെ കൃത്യമായി ജോലി ചെയ്യാൻ പറ്റുന്ന എത്രയോ ഇടങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളുണ്ടല്ലോ, എന്നെ ഒന്ന് പഠിപ്പിച്ച് തരുമോ ചേട്ടാ, ഒന്നൊരു ഔദാര്യം പോലെ ഇങ്ങനെ ചേട്ടൻ്റെ ശിങ്കിടിയായിട്ട് ആദ്യം കുറച്ച് നാൾ നിൽക്കേണ്ടി വരുന്നതാണ് ഇതിനകത്ത് വലിയ ഗതികേട്. ഒരു ട്രെയിനിങ് പ്രോപ്പറായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ കേരളാരൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉണ്ട്, അവിടെ പെമ്പിള്ളേർ അധികം വരുന്നില്ല. അപ്പം നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ പണിയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അത് മാത്രമാണ് ഒരു വഴി. നമ്മുടെ പണി കൃത്യമായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ
ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എൻ്റെ ചേട്ടാ ഒന്ന് പറഞ്ഞു തരുവേട്ടാ എന്ന് ചോദിക്കേണ്ടി വരുമ്പോഴാണ് ഈ പല പ്രോബ്ലം. അങ്ങനെ ചോദിക്കാത്തൊരവസ്ഥയിലേക്ക് ട്രെയിനിങ് ആണ് ഇതിന് ഒരു സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇതിലേക്ക് തന്നെ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഒരു കാലത്ത് സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത കഥാപാത്രങ്ങളെ നമുക്ക് മുന്നിലെത്തിയ സുകുമാരി ചേച്ചി, KPSC ചേച്ചി, ഫിലോമിന ചേച്ചിയൊക്കെ. പക്ഷെ ഒരു കാലം കഴിഞ്ഞ ശേഷം അപ്പോൾ ഈ രീതിയിലുള്ള അവിഭാജ്യ, അതായത് ഒരു സിനിമയ്ക്ക് അവിഭാജ്യത അല്ലാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. അതായത് അങ്ങനെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പോഴത്തെ എല്ലാ സിനിമകളിലും അല്ലെങ്കിൽ ആ രീതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ എന്തുകൊണ്ടാണ് അതിലൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് കാഴ്ചപ്പാട് മാറിയതിൻ്റെ ആയിരിക്കും. നമ്മുടെ ഈ പറയുന്ന പോലെ സുകുമാരി ചേച്ചിയുടെ റോൾ, ലളിതാമ്മ ആ സമയത്തുള്ളൊരു സാമൂഹിക അന്തരീക്ഷം അല്ല ഇപ്പോൾ എന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ന്യൂജൻ പിള്ളേരായി അവരുടെ കഥകൾ കേൾക്കാനാണ് ആളുകൾക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രത്തെ കുത്തിക്കയറ്റേണ്ട ആവശ്യം ഒരു സിനിമയിലില്ല എന്ന് തോന്നുന്നിടത്തായിരിക്കും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ സമയത്തുണ്ടായിരുന്ന അത്തരം കുടുംബ ബന്ധങ്ങൾ, ഇപ്പോൾ ശങ്കരാടി ചേട്ടനൊക്കെ ചെയ്ത പോലെ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ചെയ്ത പോലെ, സുകുമാരി അമ്മ, ലളിതാമ്മ ഒക്കെ ചെയ്ത പോലെയുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ വളരെ വിരളമായിട്ടാണ് വരുന്നത്. അത് ഈ പറയുന്ന പോലെ ആളുകളുടെ ടേസ്റ്റും മാറിയതിൻ്റെ ആയിരിക്കണം. ഇപ്പോൾ സിറ്റ്കോമിലാണ് കൂടുതൽ. അപ്പോൾ സിനിമകളിൽ അങ്ങനെയുള്ള കഥ, അപ്പോൾ മഞ്ജു ചേച്ചിയൊക്കെ വളരെ, ഇപ്പോൾ പാർവതി ചേച്ചി ആണെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമകളുടെ പ്രധാനപ്പെട്ട അമ്മ കഥാപാത്രമാണ് കൂടുതലായിട്ട്. പിന്നെ കൂടുതൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ സിനിമകളിൽ ആ രീതിയിലുള്ള കഥാപാത്രത്തെ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നോട് ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ തൊഴിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉള്ള കഥാപാത്രങ്ങൾ വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ എനിക്കിപ്പോൾ സിനിമ തന്നെ ചെയ്യണമെന്ന് എനിക്കങ്ങനെ വാശിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്നതെല്ലാം ബോണസാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇതിൻ്റെ കാലാകാലങ്ങളായിട്ട് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്ന ഒരാളല്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ വരുമാനം എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട് എനിക്കിതിനകത്ത്. അപ്പോൾ ഞാൻ അങ്ങനൊരു കഥാപാത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു മണ്ടത്തരമാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക്, എൻ്റെ യാത്രയ്ക്കിടയ്ക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ട്. അത് ഓഫ് കോഴ്സ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അഭിനയിക്കുന്നവരെക്കാൾ കൂടുതൽ തൊഴിലില്ലാതിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം നമ്മളൊക്കെ ആക്ച്വലി ലക്കിയാണ്. എത്ര പേര് പാല് പോലും മേടിക്കാൻ പൈസ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് കഴിവുള്ളവർ. അപ്പം നമുക്ക് ഇങ്ങനെയെങ്കിലും നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് ദൈവാധീനം. തീർച്ചയായും. എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചിയുടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഒരു വേദിയിൽ വെച്ച് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കുടുംബശ്രീ പരിപാടിയിൽ വെച്ച് അല്ലെ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്, അവിടെ വെച്ച് ഒരു തരത്തിൽ അതിനെ സംസാരിച്ചപ്പോൾ അതിന് കറക്റ്റ് കൗണ്ടർ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഈ തുറന്നടിച്ച് പറയാനുള്ള ഒരു പ്രകൃതം അത് ജന്മന ഉള്ളതാണ് ആയിരിക്കും. പിന്നെ അത് ഇപ്പം പറയട്ടെ, അത് പർപ്പസ്ഫുള്ളി എന്നെ ഇൻസൾട്ട് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതല്ല. ഇപ്പം ചില ശീലക്കേട് നമ്മൾ പറഞ്ഞില്ലേ, വണ്ണമുള്ള ഒരാളെ കാണുമ്പോൾ ഇതെന്തെങ്കിലും വണ്ണം വെച്ചിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ. ആ ഒരു മനസ്സുഖത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലാതെ എന്നെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ച് പർപ്പസ്ഫുള്ളി ചെയ്തതല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ സദസ്സുകളിലും ഇപ്പോൾ ഭാര്യ ടി വിയിൽ സീരിയൽ കാണുമ്പോൾ സീരിയൽ എന്ന് പറഞ്ഞ് പോകുന്ന ഒരാളായിരിക്കും. അയാളുടെ ഡെയിലി ജീവിതത്തിൽ അയാളുടെ കൂട്ടുകാരോടോ അയാളുടെ റിലേറ്റീവ്സിനോടോ ഒക്കെ പറയുന്ന ഒരു കാര്യം ഒരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ഒരു സാമാന്യ ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് കാഴ്ചപ്പാടിൽ രാഷ്ട്രീയമോ മറ്റെന്തോ തൊഴിലോ മാത്രമാണ് മികച്ചതായിട്ടുള്ളത്. ബാക്കി ഇപ്പം അഭിനയിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പണിയില്ലാത്തവർ പോകുന്ന, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കുറേ പെണ്ണുങ്ങൾ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ജീവിച്ചു വന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഇദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി മൈക്കൊക്കെ എടുത്തു. ഞാനിങ്ങനെ വളരെ സന്തോഷത്തിൽ, ഒരുപാട് സ്ത്രീകൾ, ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 5000 പേരെങ്കിലും ഉണ്ടാവും ആ സദസ്സിൽ. അത്രയും സ്ത്രീകൾ കുടുംബശ്രീയിൽ നിന്ന് വന്ന ശക്തരായ പെണ്ണുങ്ങളാണ്, വീട്ടമ്മമാരാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റിരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വാർഷികം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമാ നടിയോ സീരിയൽ നടിയോ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമില്ല. വേറെ ആരെങ്കിലും വിളിച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹം ഇവിടെ വന്നത്.
എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അശു ഇതെന്ത് ഇങ്ങനെ പറയണേ, അവിടുത്തെ ഒരു വലിയ പ്രമുഖനാണ്, ആ സദസ്സിലിരിക്കേണ്ട ഒരു വലിയ പ്രമുഖ വ്യക്തിത്വമാണ്, കാർഷിക മികച്ച കർഷകനുള്ള അവാർഡൊക്കെ മേടിച്ച്, അതെനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു കുരുമുളകെങ്കിലും നട്ടിട്ടുണ്ടോ എന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അത് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു മഹത് വ്യക്തിയാണ്. അപ്പോൾ എനിക്കിത് പറയാതെ ഞാൻ പോകുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എന്നെ മാത്രമല്ല അത് ഹേർട്ട് ചെയ്യുന്നത്, എന്നെപ്പോലെ ജോലി ചെയ്യുന്ന അഭിമാനമുള്ള സ്ത്രീകൾ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചേ മതിയാവൂ എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാതിരിക്കാം, വിളിച്ചു വരുത്തിയിട്ട് ഇത് പറയുന്നത് മോശമാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള തൊഴിൽ മാത്രമാണ് മികച്ചതെന്ന് ഞാൻ ധരിക്കാൻ പാടില്ല. എനിക്ക് കൃഷി ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങളെ ഈ രീതിയിൽ വിളിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അത് എൻ്റെ കുഴപ്പമല്ലേ അത്. അങ്ങനെ സംസാരിക്കേണ്ടി വന്നൊരു സാഹചര്യമാണ്. പക്ഷെ അതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എടുത്തിടുമോ എന്നറിയില്ല. പക്ഷെ ഞാനിത് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന സ്ത്രീകളാണ് മുഴുവൻ പേരും കൈയടിച്ചത്. കാരണം ഇദ്ദേഹം അത്ര കുഴപ്പക്കാരനായിരുന്നു ആക്ച്വലി. ഓക്കെ, അപ്പോൾ എനിക്ക് കുറേ ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സമയം ഇങ്ങനെ തീരെയാണ്. അപ്പോൾ ഡെലിഗേറ്റ്സിന് രണ്ടുപേരോടും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടതെന്ന് അറിയാം. ആർക്കെങ്കിലും അതവിടെ മഞ്ജു ചേച്ചിയോടാണ്. വെറുതെ അല്ല, ഭാര്യ മുതൽ ഞാൻ മഞ്ജു ചേച്ചിനെ ശ്രദ്ധിക്കാറുണ്ട്. ഈ അടുത്തായിട്ട് ഒരുപാട് പൊളിറ്റിക്കലി കൃത്യമായിട്ട് സംസാരിക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, എല്ലാ കാലത്തും കലാകാരന്മാർ ഇവിടെയുള്ള നമ്മുടെ ഒരു റിനൈൻസെൻസിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ കലാകാരന്മാർ. എങ്കിൽ പോലും നമ്മുടെ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ട് തോന്നരുത്. നമ്മുടെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ. അതിനകത്ത് മഞ്ജു ചേച്ചിൻ്റെ സുഹൃത്തുക്കൾ പോലും അതിനകത്ത് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവർ ഈ തങ്കച്ചൻ വിതുരനോടത്തും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കറുത്തത് കൊണ്ട് അല്ലെങ്കിൽ ശരീരഘടന കൊണ്ട് വലിയ രീതി ആ ഒരു പരിപാടിൻ്റെ ഒരു 45% അല്ലെങ്കിൽ ഒരു 75% ഈ പിന്നെ ബോഡി ഷെയ്മിങ് ആണ്. അത് കേട്ട് ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഒരുപാട് വ്യൂവേഴ്സും ഉണ്ട്. അത് ഈ സൊസൈറ്റിയിലേക്ക് നൽകുന്ന ഒരു വലിയൊരു വിഷയമല്ലേ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും കൊടിയ വിഷമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു കാലത്തും ആ പ്രോഗ്രാമിന് അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ടമാർ പടാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്. പിന്നെ ഞാനതിന് പോവാതായി. ഇത് ഞാൻ അതിനകത്ത് വർക്ക് ചെയ്യുന്നവരോട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ആക്ച്വലി ഇത് പറഞ്ഞ് ഇവരുടെ ഡെയിലി ലൈഫിൽ ഇതൊരു ഭാഗമായി. നമ്മൾ മുമ്പിൽ ചെന്നിരിക്കുമ്പോഴും ഇവരിത് തന്നെയാണ് പറയുക. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കത് പറഞ്ഞുകൂടെ എന്നാണ്. പക്ഷെ അതല്ല അവിടുത്തെ കാര്യം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കും ചേച്ചിക്കും മാലച്ചേച്ചിക്കും കുഴപ്പമില്ല എന്നുള്ളതല്ല. ഞാൻ മാലച്ചേച്ചിയുടെ വണ്ണത്തെക്കുറിച്ച് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ അതുപോലെ മാലച്ചേച്ചി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ കൂടിയാണ് അത് ഹേർട്ട് ചെയ്യുന്നത്. അത് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. അത് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കുറ്റക്കാരാവും. പിന്നെ വേറൊരു അപകടകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ മോമൻ തന്നെ പറഞ്ഞു, അതിന് കൈയടിക്കാൻ ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. അത് നമ്മളാണ്. അവിടെ നിന്ന് മാറണം ഇത്, എന്നാലേ ഇതൊക്കെ സ്റ്റോപ്പ് ആവുള്ളൂ. അതല്ലാതെ ഇതിനൊരു തിരുത്ത് ഉണ്ടാവുമോ എന്നറിയില്ല. പ്രത്യേകിച്ച് കലാകാരന്മാർക്കൊരു ധാരണ വേണം, എൻ്റെ സഹജീവികളാണ്, അവരെ ഇത് വെച്ചല്ല കോമഡി പറയേണ്ടതെന്നുള്ളൊരു ധാരണ കലാകാരന്മാർക്ക് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, കലാകാരന്മാർ കുറച്ച് ബുദ്ധി കൂടിയുള്ളവരായിരിക്കണം. പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡയലോഗ് വായിക്കുന്നു, പോയിരുന്നങ്ങ് പറയുന്നു. അതിനപ്പുറത്തേക്ക് സോഷ്യലി ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് പലരും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്ത വരുന്നിടത്തേക്ക് ഇത് മാറി വരും. അടുത്ത ആരെങ്കിലും? ഞാൻ ഇപ്പോൾ മഞ്ജു കുറേ നേരം കൊണ്ട് പറഞ്ഞത് ഒരു ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചാണ്. കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു. അതായത് ഇത് സാധാരണ ആൾക്കാർ പറയുന്നത് അവർക്ക് മറ്റൊരാളെ കളിയാക്കണം എന്നുള്ള രൂപത്തിലാണോ, അതേ സ്വാഭാവികമായി തോന്നുന്ന രൂപത്തിലാണോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. പിന്നെ എന്ന് പറഞ്ഞാൽ, ഇത്രയും സൗന്ദര്യമുള്ള ഒരു വ്യക്തി ഇവിടെ വന്നിരുന്ന് എനിക്ക് സൗന്ദര്യത്തെക്കുറിച്ച് അത്രയും വലിയൊരു ധാരണയില്ല, എനിക്ക് എൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോയി എന്ന് പറയുന്നതിൽ വലിയ സങ്കടമുണ്ട് എന്നാണ് എനിക്ക് പറയാം. ഇത് ബോധപൂർവമാണോ എന്ന് ചോദിച്ചാൽ, ചിലവർ വളരെ കുറഞ്ഞ ആൾക്കാർ ബോധപൂർവം പറയുന്നവരുണ്ട്.
നമ്മൾ ഇച്ചിരി വിഷമിക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മറ്റ് ഒരു വലിയ വിഭാഗം ഇത് പറയുന്നത് ശീലക്കേടാണ്. ഇവരെവിടുന്നോ കേട്ടു ഇതിങ്ങനെ ഇവരുടെ വിശേഷം ചോദിക്കലെന്ന് പറഞ്ഞാൽ അയ്യോ വണ്ണം വെച്ചോ, അയ്യോ കറുത്തു പോയോ, ഇതാണ് ഇവരുടെ വിശേഷം ചോദിക്കല്. ഇത് മാറ്റണം. ഇത് ചിലപ്പോൾ പർപ്പസ്ഫുള്ളി ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ കേൾക്കുന്നവൻ ഇത് ഹേർട്ടാവും. അപ്പോൾ ആ ഒരു സംസ്കാരം മാറണം. ഞാൻ അതാണ് പറയുന്നത്, ആ ഒരു രീതി മാറണം. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഞാൻ സൗന്ദര്യം വെച്ചെന്ന് തോന്നുന്നു. ഇല്ല, ശരിക്കും പണ്ടും സൗന്ദര്യം ഉണ്ടായിരുന്നിരിക്കണം. അല്ല, അതല്ല ചേട്ടാ. അപ്പം ഞാൻ സുന്ദരി തന്നെയായിരുന്നു പണ്ടും. എൻ്റെ അമ്മച്ചി പറയും എൻ്റെ മോള് സുന്ദരിയില്ല, അവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറയും. അപ്പോൾ ഞാനും പറയും, എന്നെ കളിയാക്കുന്നവരോട് ഞാൻ സുന്ദരിയാന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പറയുമ്പോഴും ഞാൻ കുറഞ്ഞതാണെന്ന് എൻ്റെ ഓപ്പോസിറ്റുള്ള ആളെങ്കിൽ നീ കൊള്ളൂലെന്ന്, നീ മോശമാണ്, അയ്യേ എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിൽ അത് ഭയങ്കര മുറിവുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ ആ സമയത്ത് എനിക്കിന്നല്ല ഒരു കുഞ്ഞിനും കഴിയില്ല. എല്ലാവരും സുന്ദരി സുന്ദരന്മാരാണ്, പക്ഷെ നമ്മൾ അവനവനിലേക്ക് നോക്കാതെ മറ്റുള്ളവരെ കേൾക്കാൻ നിൽക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. മറ്റുള്ളവരെ തളർത്തുക എന്നുള്ള അവരുടെ ഒരു സ്വഭാവമാണ് ചിലരുടെയൊക്കെ. അപ്പൊ ഇനി ആർക്കെങ്കിലും? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നു. പാർവതി ചേച്ചിയോട് ചോദ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സത്യനന്ദിക്കാട് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ മോഹൻലാലിൻ്റെ ഫ്രണ്ട്സായിട്ട് അഭിനയിക്കാൻ 1-2 പേര് വേണം. അപ്പോഴാണ് ഈ ശ്രീനിവാസൻ ഈ മാമുക്കോയെ എന്ന് പറഞ്ഞൊരു മാമുക്ക നടനുണ്ട്, സത്യനെ ഒന്ന് കാണും, ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹോട്ടലിൽ മാമുക്കോയ സത്യനന്ദിക്കാടിനെ കാണാൻ വരികയും, പക്ഷേ ഫ്രം ദ വെരി ഫസ്റ്റ് ലുക്ക് മാമുക്കോയെ സത്യനന്ദിക്കാടിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്നാലും മാമുക്കോയ ആ സംഭാഷണം കഴിഞ്ഞ് തിരിച്ചുപോയി. അപ്പോൾ പിന്നീട് ശ്രീനിവാസനും സത്യനന്ദിക്കാടുള്ള ചർച്ചയിൽ ശ്രീനിവാസൻ ചോദിച്ചു എന്തായി. അപ്പോൾ സത്യനന്ദിക്കാട് പറഞ്ഞു മോഹൻലാലിൻ്റെ ഫ്രണ്ടായിട്ടല്ലേ അഭിനയിക്കണ്ടേ, അപ്പോൾ അത് ശരിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനിവാസൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ മോഹൻലാലിൻ്റെ അങ്ങനെയുള്ളവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര സുന്ദരന്മാരായിരിക്കുമോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു പൊതുശീലമുണ്ടല്ലോ, അങ്ങനെയായിരിക്കുമോ? എൻ്റെ ചോദ്യം ഇതാണ്. നേരത്തെ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതായത് ഏതെങ്കിലും ഒരു പരാമർശം, ഒരു പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തൊരു പരാമർശം ഓപ്പൺഡായിട്ട് വിട്ടുകയാണ്, ഓക്കെ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നമ്മൾ തടിച്ചി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കരിമ്പി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എലുമ്പൻ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ എന്താ പറയുക കോങ്കൺ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹം അപ്പുറത്തുണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുന്നൊരു സമൂഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്പൺ എൻഡായിട്ട് വിടുമ്പോൾ സത്യത്തിൽ അങ്ങനെയുള്ള ആ ചിന്തിക്കുന്ന സമൂഹത്തല്ലേ ശരിക്കും നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റൈസ് ചെയ്യേണ്ടത്. അതേസമയം നമ്മൾ ഇപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തെ നിങ്ങൾ എങ്ങനെയാണ് ഫിലിമൈസ് ചെയ്യുക? ഇപ്പോൾ കടുവയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇങ്ങനെ ഒരാളുടെ നിറം വെച്ചിട്ട്, അല്ലെങ്കിൽ തടി വെച്ചിട്ട്, അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഈ ഒരു പോരായ്മ വെച്ചിട്ട് കളിയാക്കുമ്പോൾ, അങ്ങനെ കളിയാക്കുന്ന ഒരു ജനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അവരെ നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യുക പിന്നെ ഏത് രീതിയിലാണ്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ ഡയറക്ടർ പറയുന്നത് അത് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ശരിയല്ലേ? ഇവരെ നിങ്ങൾ എങ്ങനെയാണ് അതേസമയം ഇത് കാണുന്ന വ്യൂവേഴ്സ് അല്ലേ ശരിക്കും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഓപ്പണൻ്റായിട്ട് വിട്ടാൽ എന്താണ് കുഴപ്പം? ഒരുപക്ഷെ ആ വിഷയം ഇത് കാഴ്ചക്കാരുടെ വിഷയമല്ലേ? അതാണ് എൻ്റെ ചോദ്യം. സിനിമ ഒരു ഡയലോഗ് ഉണ്ടാക്കട്ടെ. ഇപ്പോൾ ഓപ്പൺ എൻഡഡ് ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞ വിഷയത്തിലാണെങ്കിൽ ഓപ്പൺ എൻഡഡ് ആയിട്ട് വിടുമ്പോൾ അപ്പോൾ ഈ വിശ്വാസങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ചിലർ പറയും പത്രത്തിൽ വന്ന വാർത്തയാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? പത്രത്തിൽ വന്നതാ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, സിനിമയെ വരെ പറഞ്ഞതാ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? ഇപ്പം ഒരു മച്ചിയായ ഒരു പെൺകുട്ടി കുഞ്ഞിനെ തൊട്ടാൽ അത് ഒഴിഞ്ഞിട്ടാൽ മതി, ദോഷം മാറും എന്ന് പറഞ്ഞാൽ, ഈ ജീവിതത്തിലൊരു ചെറിയ പ്രശ്നം വരുമ്പോഴും ജോത്സ്യൻ്റെ അടുത്ത് പോയി ഉപദേശം ചോദിച്ച് ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ സിനിമ കാണുമ്പം നേരെ സിനിമയിലും പറഞ്ഞു എന്താണ് മനസ്സിലാക്കുന്നത്? അത് അടിവരയിടുന്ന പോലെയാണ്. സിനിമ ഒരു ലാർജർ ദൻ ലൈഫായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആവൂലേ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ പിന്നെ ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഇപ്പോൾ തൊഴിലില്ലാത്തവരുടെ പ്രശ്നം നാടോടിക്കാറ്റിലൂടെ കാണിക്കുമ്പോൾ അവരോടൊരു ചെറിയ അനുഭാവം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഉണ്ടായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൊഴിലില്ലാത്തവരുടെ പ്രശ്നം കാണിക്കും. അല്ലെങ്കിൽ തളത്തിൽ ദിനേശൻ അവിടെ ഇരുന്നിട്ട് ഞാൻ കറുത്തതാണ്, എനിക്ക് തീരെ പൊക്കമില്ല എന്ന് എഴുതുമ്പോൾ നമ്മളങ്ങനെ പറയുന്നതിനെ തിരുത്തുക തന്നെയാണ് സിനിമ ചെയ്യുന്നത്. പക്ഷേ അത് ഓപ്പൺ എൻഡഡ് ആണെങ്കിലും അയാളുടെ കഥയിലൂടെ ഈ അയാളുടെ കോംപ്ലക്സിറ്റീസ്, അയാളുടെ ദാമ്പത്യത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ,
ആ പെൺകുട്ടി ഒരിക്കൽ പോലും ഇയാളെ ഒരു കറുത്തതായിട്ടോ മോശക്കാരനായിട്ടോ കാണുന്നില്ല. അവിടെയാണ് ആ സിനിമ തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുന്നത്. ഒരിക്കൽ പോലും പിന്നെ ദിനേശൻ മാത്രമാണ് ഇങ്ങനെ നോക്കുന്നത്, കരിവിളക്കം പിന്നെ എൻ്റെ അടുത്ത് നിലവിളക്ക് കത്തിച്ച പോലെ. പക്ഷേ പാർവതി അഭിനയിച്ച കഥാപാത്രം ഒരിക്കൽ പോലും ഭർത്താവിനെ മോശമായിട്ട് ഒരു തരത്തിൽ പോലും സിനിമയിൽ പറയുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ സിനിമ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിപ്പോയത്. ശരി. നമുക്ക് തോന്നും ആ കഥ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളെ. അവിടെയാണ് ആ സിനിമ പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്നത്.